നമസ്കാരം. നമ്മളിന്ന് ന്യൂട്രീഷൻ ആൻഡ് ഹെൽത്ത് എന്ന ഭാഗത്തിലെ ചോദ്യോത്തരങ്ങളാണ് പഠിക്കാൻ പോകുന്നത്. ഈ പോർഷനിൽ വരുന്ന ന്യൂട്രീഷൻ ആൻഡ് ഹെൽത്ത് എന്ന പോർഷനിൽ വരുന്ന ആദ്യം മുതൽ അവസാനം വരെ വരുന്ന ഭാഗങ്ങളിലെ ചോദ്യോത്തരങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. നമുക്കറിയാം PSC പരീക്ഷയിൽ നമുക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യത്തോടു കൂടി പഠിക്കേണ്ടത് ചോദ്യത്തിന്റെ ഉത്തരങ്ങൾ തെറ്റാതെ മാർക്ക് ചെയ്യുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം ആയിട്ട് നമ്മൾ മുന്നിൽ കാണേണ്ടത്. ഒരു കാരണവശാലും തെറ്റായിട്ടുള്ള ഉത്തരങ്ങൾ മാർക്ക് ചെയ്യരുത്. തെറ്റായിട്ടുള്ള ഉത്തരങ്ങൾ മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ നേടിയെടുത്ത മാർക്കിൽ നിന്നും ഓരോ തെറ്റുത്തരത്തിനും 30% മാർക്കുകൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. 3 തെറ്റുത്തരമായിട്ടുണ്ടെങ്കിൽ നമ്മൾ നേടിയ സ്കോറിൽ നിന്ന് 1 മാർക്കാണ് മൈനസ് ആവുന്നത്. അതുകൊണ്ട് ഒരു കാരണവശാലും സംശയമുള്ള തെറ്റോ ശരിയോ എന്ന് സംശയമുള്ള ചോദ്യോത്തരങ്ങൾ അറ്റൻഡ് ചെയ്യാതിരിക്കുക. 100% മാത്രം 100% ഉറപ്പുള്ള ഉത്തരങ്ങൾ മാത്രം ക്വസ്റ്റ്യൻ മാത്രം അറ്റൻഡ് ചെയ്യുക, കൃത്യമായിട്ട് അടയാളപ്പെടുത്തുക. ഓക്കെ, അപ്പം നമ്മൾ ഓരോ പോർഷൻ്റെയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അതിൽ വന്നിരിക്കുന്ന എല്ലാ ചോദ്യോത്തരങ്ങളും പഠിക്കാൻ പോവുകയാണ്. ന്യൂട്രീഷൻ ആൻഡ് ഹെൽത്ത് എന്ന ചോദ്യോത്തര ക്ലാസ്സുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിനകത്ത് ക്ലാസ്സുകൾ തിയററ്റിക്കലായിട്ടുള്ള ക്ലാസ്സുകൾ പഠിച്ചിട്ടുണ്ട്. ഇനി ചോദ്യോത്തരങ്ങളിലേക്ക് വരുമ്പോൾ നമുക്ക് ഫസ്റ്റ് ചോദ്യത്തിലേക്ക് പോവാം. ഡയറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ തുടക്കം തന്നെ എങ്ങനെയാണ്? ന്യൂട്രീഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ എന്തിനെ കുറിച്ച് പഠിക്കുന്നത്? ഭക്ഷണത്തെക്കുറിച്ച് പഠിക്കുന്നുണ്ട്, അതിൻ്റെ ഫുഡിൻ്റെ ക്ലാസിഫിക്കേഷനെ കുറിച്ച് പഠിക്കുന്നുണ്ട്, ഏതൊക്കെ തരത്തിലുള്ള ഫുഡുകളാണ് നമുക്ക് ആവശ്യമുള്ളത്, നമുക്കത് എങ്ങനെയാണത് അതിൻ്റെ പ്രൊപ്പോർഷൻ, അതിൻ്റെ കണക്കുകൾ എത്രയാണ്, ഏതൊക്കെ രീതിയിലാണ് നമ്മൾ കഴിക്കേണ്ടത്, അതേപോലത്തെ അത്തരം കാര്യങ്ങളൊക്കെ നമ്മളതിൻ്റെ തിയററ്റിക്കലായിട്ട് ക്ലാസ്സുകളിൽ പഠിച്ചു. ഓക്കെ, ക്വസ്റ്റ്യൻ ആൻസറിലേക്ക് വരുമ്പോൾ ഡയറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്ന ഡയറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡയറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ ഫുഡ് കൺസ്യൂംഡ് ഓൺ ദി പ്രിൻസിപ്പിൾസ് ഓഫ് സയന്റിഫിക് റിക്വയർമെന്റ് ആണ് പറയുന്നത്. സയന്റിഫിക് റിക്വയർമെന്റ് ആണ് ഡയറ്റ് എന്ന് പറയുന്നത്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, നമുക്ക് എന്തൊക്കെ ഭക്ഷണങ്ങളാണ് നമുക്ക് ആവശ്യമുള്ളത്, കൺസ്യൂംഡ് ഓൺ ദി പ്രിൻസിപ്പിൾസ് ഓഫ് സയന്റിഫിക് റിക്വയർമെന്റ് ആണ്. നമ്മുടെ ശരീരത്തിന്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നതിന് ആവശ്യമുള്ള ഭക്ഷണങ്ങൾ നമ്മൾ കൃത്യസമയത്ത് കൃത്യമായിട്ടുള്ള അളവുകളിൽ കഴിക്കുക. അതിന് തന്നെയാണ് ഡയറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഡയറ്റ് എന്താണെന്ന് പഠിച്ചു. ക്ലാസ്സുകൾ കുറച്ച് സ്പീഡിലാണ് ക്ലാസ്സുകൾ കൊണ്ടുപോകുന്നത്. എല്ലാവരും കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കി വെച്ച് പോവുക. ഓക്കെ, ഇനി അപ്പോൾ ഡയറ്റിൽ നിന്ന് നമ്മൾ എന്താണെന്ന് പഠിച്ചു. ഇനി അടുത്തത് വരുന്നത് ഡയറ്ററ്റിക്സ് എന്നാണ്. ഡയറ്ററ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതേപോലെ തന്നെ നമ്മൾ അതിൻ്റെ ക്വസ്റ്റ്യനിലേക്ക് പോകുമ്പോൾ ഇത് ആർട്ട് ആൻഡ് സയൻസ് ഓഫ് ഫീഡിങ് ഇൻഡിവിജ്വൽസ്, ഫാമിലീസ് ഓർ കമ്മ്യൂണിറ്റീസ് അക്കോർഡിംഗ് ടു ദി പ്രിൻസിപ്പിൾസ് ഓഫ് ന്യൂട്രീഷൻ. പ്രിൻസിപ്പിൾസ് ഓഫ് ന്യൂട്രീഷൻ്റെ പോഷകത്തിൻ്റെ പ്രിൻസിപ്പിൾ അനുസരിച്ച് ഭക്ഷണം നമ്മൾ സെർവ് ചെയ്യുന്നത്, ഫീഡ് ചെയ്യുന്നതും ഒക്കെ അതിനെ ഫീഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഡയറ്ററ്റിക്സ്, ആ വിഭാഗത്തിനെയാണ് നമ്മൾ പറയുന്നത് ഡയറ്ററ്റിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നമ്മൾ പഠിച്ചു ഇപ്പോൾ പ്രോട്ടീൻ, കാർബോഹൈഡ്രേറ്റ്, ഫാറ്റ് എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചു അല്ലേ? അതൊക്കെ മാക്രോ ന്യൂട്രിയൻസ് ആണ്. അപ്പോൾ ഈ മാക്രോ ന്യൂട്രിയൻസിന്റെ സ്വഭാവ സവിശേഷതകളാണ്. ബോഡി ബിൽഡിംഗ് ഫുഡ് ആണ് പ്രോട്ടീൻ എന്ന് പറയുന്നത്. പ്രോട്ടീൻ എന്ന് പറയുന്നത് ബോഡി ബിൽഡിംഗ് ഫുഡാണ്. അതിൽ നമുക്ക് ഈ പ്രോട്ടീൻ ഫുഡുകളിലാണ് നമ്മുടെ ശരീരത്തിൻ്റെ ബോഡി ബിൽഡിങ്ങിന് ആവശ്യമായിട്ടുള്ള ഐറ്റംസുകളെല്ലാം ഉണ്ടാകുന്നത്. അപ്പം ബോഡി ബിൽഡിംഗ് ഫുഡിന് പറയുന്നതാണ് ഫുഡ് പ്രോട്ടീനുകളാണ് ബോഡി ബിൽഡിംഗ് ഫുഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് എനർജി ഗീവിംഗ് ആയിട്ട് ഏതൊക്കെയാണ് ഫുഡ് ഐറ്റംസ് ആണ്? കാർബോഹൈഡ്രേറ്റ്സും ഫാറ്റും ആണ് എനർജി ഗീവിംഗ് ഫുഡായിട്ട് വരുന്നത്. എനർജി ഗീവിംഗ് കാർബോഹൈഡ്രേറ്റ്സും ഫാറ്റും മൈക്രോ ന്യൂട്രിയൻസ് ആണ്. അതേപോലെ തന്നെ പ്രോട്ടീൻ നമുക്ക് ബോഡി ബിൽഡിംഗ് ഫുഡായിട്ട് പ്രോട്ടീൻ നമ്മളെ സഹായിക്കുന്നുണ്ട്. ഇനി പ്രൊട്ടക്റ്റീവ് ഫുഡായിട്ട് ഏതൊക്കെ വരുന്നത്? പ്രൊട്ടക്റ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഇമ്മ്യൂണിറ്റി, നമുക്ക് അസുഖങ്ങൾ വരാത്ത രീതിയിലും നമ്മുടെ ആരോഗ്യത്തെ സംരക്ഷിക്കുന്നതാണ് പ്രൊട്ടക്റ്റീവ് ഫുഡ്സ് എന്ന് പറയുന്നത്. അതിലെന്തൊക്കെയാണ് റിച്ച് ആയിട്ട് ഉണ്ടാവേണ്ടത്? പ്രോട്ടീൻ വേണം, വിറ്റാമിൻസ് വേണം, അതേപോലെ തന്നെ മിനറൽസ് വേണം. അപ്പോൾ വിറ്റാമിൻസ് മിനറൽസ് നമുക്കതിനെ മൈക്രോ ന്യൂട്രിയൻസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ? തിയററ്റിക്കലായിട്ട് പഠിച്ചാണ്. വിറ്റാമിൻസും മിനറൽസും മൈക്രോ ന്യൂട്രിയൻസും ആണ്. പ്രോട്ടീൻ എന്ന് പറയുന്നത് മാക്രോ ന്യൂട്രിയൻസും ആണ്. അപ്പം ഈ 2 തരത്തിലുള്ള ഘടകങ്ങളും അതിൻ്റെ കെമിക്കൽ കോമ്പോസിഷൻ വരുമ്പോഴാണ് അത് പ്രൊട്ടക്റ്റീവ് ഫുഡ് എന്ന നിലയിൽ നമുക്ക് ശരീരത്തിന് ഗുണപ്രദമാവുന്നത്. അപ്പോൾ പ്രൊട്ടക്റ്റീവ് ഫുഡ്സിൽ എന്തൊക്കെയാണ് ആവശ്യമുള്ളത്? പ്രോട്ടീൻ വേണം. പ്രോട്ടീൻ എന്ന് പറയുമ്പോൾ മൈക്രോ ന്യൂട്രിയൻസും വിറ്റാമിൻസും മിനറൽസും വേണം. മൈക്രോ ന്യൂട്രിയൻസ് ആയിട്ടുള്ള വിറ്റാമിൻസും മിനറൽസും വേണം. ഓക്കെ, ഇനി പ്രോട്ടീൻ, ഫാറ്റ് ആൻഡ് കാർബോഹൈഡ്രേറ്റ്സിന് മൊത്തത്തിൽ പറയുന്ന പേരുകളാണ് നമ്മൾ ആദ്യമേ പറഞ്ഞല്ലേ, മാക്രോ ന്യൂട്രിയൻസ് എന്ന് പറയും, അല്ലെങ്കിൽ അതിന് പ്രോക്സിമേറ്റ് പ്രിൻസിപ്പിൾസ് ഓഫ് ഫുഡ് എന്ന് പറയും. മാക്രോ ന്യൂട്രിയൻസ് നമ്മൾ ആദ്യമേ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പ്രോട്ടീനും ഫാറ്റും കാർബോഹൈഡ്രേറ്റ്സും വരുന്ന കാറ്റഗറിയാണ്, ക്ലാസിഫിക്കേഷൻ കാറ്റഗറിയാണ് മാക്രോ ന്യൂട്രിയൻസ്. ഓക്കെ, ഇനി അതേപോലെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വൈറ്റമിൻസ് ആൻഡ് മിനറൽസ് വരുന്നത്, സോറി ഇതിനകത്ത് ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്, മൈക്രോ ന്യൂട്രിയൻസ് ആണ്. ഓക്കെ, അവിടെ റെഡി ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വിറ്റാമിനും മിനറൽസും വരുന്നത്
മൈക്രോ ന്യൂട്രിയൻസിലാണ് വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇനി പ്രോട്ടീനുകളുടെ ബേസിക് ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് പ്രോട്ടീൻസ് എന്ന് പറയുന്നത് അമിനോ ആസിഡുകളാണ്. അമിനോ ആസിഡുകളെയാണ് ബേസിക് ബിൽഡിംഗ് ബ്ലോക്സ് എന്ന് പറയുന്നത്. അമിനോ ആസിഡുകൾ എത്ര തരം ഉള്ളതെന്ന് നമ്മൾ പഠിച്ചതാണ്. അതിൽ എസെൻഷ്യൽ അമിനോ ആസിഡ് ഉണ്ട്, നോൺ എസെൻഷ്യൽ അമിനോ ആസിഡുകളുണ്ട്. അത് വരുന്നുണ്ട്, ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. അപ്പോൾ ആ ഭാഗം ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം. ഓക്കെ, ഇനി ഈ അമിനോ ആസിഡ് ആർ ജോയിൻഡ് ടുഗദർ ഇൻ ചെയിൻ ബൈ ലിങ്കേജ്. ആ ലിങ്കേജിന് പറയുന്ന പേരാണ് പെപ്റ്റിഡ് ലിങ്കേജസ് എന്ന് പറയുന്നത്. അമിനോ ആസിഡിന്റെ ജോയിൻ ചെയ്തിരിക്കുന്ന അമിനോ ആസിഡ്സ് ആർ ജോയിൻ ടുഗദർ, പരസ്പരം ജോയിൻ ചെയ്തിരിക്കുന്ന ലിങ്കേജിന് പറയുന്ന ആ പേരാണ് പെപ്റ്റിഡ് ലിങ്കേജസ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകുമ്പോൾ എന്താ പറയുന്നത്? എസെൻഷ്യൽ അമിനോ ആസിഡ് ആർ ദോസ് വിച്ച് ഡാഷ് ബി മാനുഫാക്ചർഡ് ബൈ ദി ബോഡി ക്യാൻ ഓർ കനോട്ട് ഓൺ. അപ്പോൾ എസെൻഷ്യൽ അമിനോ ആസിഡ് നമ്മുടെ ശരീരത്തിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല, മാനുഫാക്ചർ ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ അതിന് വേണ്ടിയിട്ട് അഡീഷണൽ ആയിട്ടുള്ള ഫുഡ് ഐറ്റംസുകൾ കഴിക്കുന്നത്. അതിന് മറ്റു തരത്തിൽ ഈ അമിനോ ആസിഡുകൾ നമ്മുടെ ശരീരത്തിലേക്ക് എത്തിക്കുന്നത്, എസെൻഷ്യൽ അമിനോ ആസിഡുകൾ. ഓക്കെ, അപ്പം അതിൻ്റെ ഉത്തരം പറയുന്നതാണ് എസെൻഷ്യൽ അമിനോ ആസിഡ് ആർ ദോസ് വിച്ച് ഡാഷ് ബി മാനുഫാക്ചർഡ് ബൈ ദി ബോഡി. അപ്പം കനോട്ട് ബി മാനുഫാക്ചർഡ് എന്നാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. അതിൻ്റെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ എസെൻഷ്യൽ അമിനോ ആസിഡുകൾ നമ്മുടെ ബോഡിയിൽ മാനുഫാക്ചർ ചെയ്യുന്നില്ല. ഓക്കെ, ഇനി അമിനോ ആസിഡുകളുടെ എണ്ണമാണ് നമ്മൾ പഠിക്കേണ്ടത്. എസെൻഷ്യൽ അമിനോ ആസിഡ് എത്ര എണ്ണം ഉണ്ട്? 9 എസെൻഷ്യൽ അമിനോ ആസിഡുകളാണ് ഉള്ളത്. മൊത്തത്തിൽ 20 അമിനോ ആസിഡുകളിൽ 9 എണ്ണം എസെൻഷ്യൽ അമിനോ ആസിഡുകളാണ്. ഓക്കെ, ഇനി പ്രോട്ടീനിലേക്ക് പോകുമ്പോൾ 1 gram ഓഫ് പ്രോട്ടീൻ സപ്ലൈഡ് അബൌട്ട് ഡാഷ് കിലോ കലോറി ഓർ എനർജി ആണ്. 4 കിലോ കലോറിയാണ്, എനർജിയാണ് 1 gram പ്രോട്ടീൻ സപ്ലൈ ചെയ്യുന്നത്. 1 gram പ്രോട്ടീൻ സപ്ലൈ ചെയ്യുന്നത് 4 കിലോ കലോറി ഓഫ് എനർജിയാണ് സപ്ലൈ ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ ഒന്ന് ശ്രദ്ധിക്കണം, പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് കേട്ടോ. ഡെയിലി റിക്വയർമെന്റിലേക്ക് വരുമ്പോൾ, പ്രോട്ടീൻ്റെ ഡെയിലി റിക്വയർമെന്റ്സിലേക്ക് വരുമ്പോൾ 0.83 gram per kilogram per day. ഒരു ദിവസം 1 കിലോഗ്രാം ബോഡി വെയ്റ്റിന് 0.83 gram ആണ് പ്രോട്ടീൻ റിക്വയർമെന്റ് ആയിട്ട് വരുന്നത്. ഈ റീഡിങ്സ്, ഈ അളവുകളൊക്കെ അത് അപ്ഡേറ്റ് ചെയ്തിട്ട് ഞാൻ വേറൊരു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ചില ഇതേപോലത്തെ വ്യത്യാസം, മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനത് വേറൊരു ലിസ്റ്റായിട്ട് തയ്യാറാക്കിയിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം. ഓക്കെ, അപ്പോൾ ഡെയിലി റിക്വയർമെന്റ് ഓഫ് പ്രോട്ടീൻ എന്ന് പറയുമ്പോൾ 0.83 gram per kilogram, 1 kilogram per day ആണ്. ഒരു ദിവസം 1 കിലോഗ്രാം ബോഡി വെയ്റ്റിന് 0.83 gram ആണ് പ്രോട്ടീൻ റിക്വയർമെന്റ് ആയിട്ട് വരുന്നത്. ഇനി അടുത്ത് വരുന്നത് ഡാഷ് ഗ്രാം ഓഫ് പ്രോട്ടീൻ അഡീഷണലി റിക്വയർഡ് ഫോർ ലാക്ടേറ്റിംഗ് മദേഴ്സിനാണ്. ലാക്ടേറ്റിംഗ് മദേഴ്സ് എന്ന് പറഞ്ഞാൽ ആരാണ്? മുലയൂട്ടുന്ന അമ്മമാർക്ക് എത്രയാണ് അഡീഷണൽ ആയിട്ട് റിക്വയർമെന്റ് വരുന്നത്? 17 gram മോർ ദാൻ ദി നോർമൽ ആണ്. സാധാരണ ഉള്ളതിനേക്കാളും 17 gram അഡീഷണൽ ആയിട്ട് ആവശ്യമുണ്ട്. ലാക്ടേറ്റിംഗ് മദേഴ്സിന് പ്രോട്ടീൻ ആവശ്യമുണ്ട്. അതേപോലെ തന്നെ ഈ ഇൻഫാൻസിന് വരുമ്പോൾ അത് 9 gram per day, 9 gram, ഒരു ദിവസം 9 gram പ്രോട്ടീൻ ഇൻഫാൻസിനും ആവശ്യമുണ്ട്. ഓക്കെ, ഇനി അതിൻ്റെ ഡെഫിഷ്യൻസിയിലേക്ക് പോകുമ്പോൾ, പ്രോട്ടീൻ ഡെഫിഷ്യൻസിയിലേക്ക് പോകുമ്പോൾ അതിന് ഡെഫിഷ്യൻസി ഡിസീസിൻ്റെ പേരാണ് പ്രോട്ടീൻ എനർജി മാൽന്യൂട്രീഷൻ എന്ന് പറയുമ്പോൾ. ഡെഫിഷ്യൻസി ഓഫ് പ്രോട്ടീൻ ലീഡ്സ് ടു PE എന്ന് പറയും, പ്രോട്ടീൻ എനർജി മാൽന്യൂട്രീഷൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. കാർബോഹൈഡ്രേറ്റ്സ് ആർ പ്രസന്റ് ഇൻ ഫുഡ്. ദിസ് ടൈപ്പ് ഓഫ് കോമ്പൗണ്ട്സ് ദേ ആർ എന്തൊക്കെയാണ്? ഷുഗർ വരുന്നുണ്ട്, സ്റ്റാർച്ച് വരുന്നുണ്ട്, ഫൈബർ വരുന്നുണ്ട്. കാർബോഹൈഡ്രേറ്റ്സ് റിച്ച് ആയിട്ടുണ്ടായിരിക്കുന്ന കോമ്പൗണ്ട്സുകളാണ്. അതിൽ വരുന്നത് ഷുഗറും സ്റ്റാർച്ചും ഫൈബറാണ് വരുന്നത്. ഇനി അതിൻ്റെ ബേസിക് സിമ്പിൾ യൂണിറ്റുകൾ, കാർബോഹൈഡ്രേറ്റ്സിൻ്റെ സിമ്പിൾ യൂണിറ്റുകൾ ഏതൊക്കെയാണ്? ബേസിക് ആയിട്ടുള്ള സിമ്പിൾ യൂണിറ്റുകളാണ് ഗ്ലൂക്കോസ്, ഫ്രാക്ടോസ്, ഗാലക്ടോസ് എന്ന് പറയുന്നത്. അപ്പോൾ ബേസിക് സിമ്പിൾ യൂണിറ്റ് ഓഫ് കാർബോഹൈഡ്രേറ്റ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് അതിൻ്റെ ആൻസറിലേക്ക് എത്താം. ഗ്ലൂക്കോസ്, ഫ്രാക്ടോസ്, അതേപോലെ തന്നെ ഗാലക്ടോസ് ആണ് ബേസിക് സിമ്പിൾ യൂണിറ്റ് ഓഫ് കാർബോഹൈഡ്രേറ്റ്സ്. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്, പക്ഷേ നമുക്ക് പെട്ടെന്ന് അത് മാറിപ്പോവും. അതിൻ്റെ ആൻസറിലേക്ക് എത്തുമ്പോൾ നമുക്ക് ഓപ്ഷൻസ് വരുമ്പോൾ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോകും. അതുകൊണ്ടാണ് വളരെ വിശദമായിട്ട് നല്ല സൂക്ഷ്മമായിട്ട് വേണം ഇത്തരത്തിലുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങൾ കണ്ടെത്തി പഠിക്കുവാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനി ഫൈബ്രസ് സബ്സ്റ്റൻസ് ലൈനിങ് ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് ആൻഡ് സെറിൽസ് നോൺ ആസ് എന്താണ്? സെല്ലുലോസ് ഫൈബേഴ്സ് ആണ്. നമുക്ക് ഈ ഫ്രൂട്ട്സിലും വെജിറ്റബിൾസിലും ഉണ്ടാകുന്ന ഫൈബർ സബ്സ്റ്റൻസിന് പറയുന്നതാണ്. എന്ത് ഫൈബറാണ്? സെല്ലുലോസ് ഫൈബേഴ്സ് എന്നാണ് അതിന് പറയുന്നത്.
ഇനി അടുത്തത് നമുക്ക് കാർബോഹൈഡ്രേറ്റ്സിലേക്ക് പോകുമ്പോൾ 1 gram of carbohydrate supplies dash kilo calories of energy. 4 കിലോ കലോറി എനർജിയാണ് 1 gram കാർബോഹൈഡ്രേറ്റ് നമുക്ക് ശരീരത്തിലേക്ക് സപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, ഇനി ഡാഷ് സ്റ്റിമുലേറ്റ് മൂവ്മെന്റ് ഓഫ് ഇൻറ്റസ്റ്റൈൻ ആൻഡ് ആക്ട് ആസ് റോഗേജ്. എന്താണ്? സെല്ലുലോസ് ആണ് ഇൻറ്റസ്റ്റൈൻ്റെ മൂവ്മെന്റിനും സ്റ്റിമുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഈ ചോദ്യം ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുള്ളതാണ്. ഡാഷ് സ്റ്റിമുലേറ്റ് മൂവ്മെന്റ്സ് ഓഫ് ഇൻറ്റസ്റ്റൈൻ്റെ മൂവ്മെന്റിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നത് സെല്ലുലോസുകളാണ്. ഓക്കെ, ഇനി ഫാറ്റി ആസിഡിന്റെ ചോദ്യത്തിലേക്ക് പോകുമ്പോൾ ഡാഷ് ഫാറ്റി ആസിഡ് ആർ നീഡഡ് ഫോർ ഗ്രോത്ത് ആൻഡ് നോർമൽ സ്കിന്നിന് ഉപയോഗിക്കുന്ന ഫാറ്റി ആസിഡുകളാണ് എസെൻഷ്യൽ ഫാറ്റി ആസിഡുകളാണ്. എസെൻഷ്യൽ ഫാറ്റി ആസിഡുകൾ നമ്മൾ നേരത്തെ പഠിച്ചു. എസെൻഷ്യൽ ഫാറ്റി ആസിഡ് ഉണ്ട്, നോൺ എസെൻഷ്യൽ ഫാറ്റി ആസിഡ് ഉണ്ട്. അപ്പോൾ എസെൻഷ്യൽ ഫാറ്റി ആസിഡ് ആണ് എന്തിനു വേണ്ടിയിട്ടുള്ളത്? നമ്മുടെ നോർമൽ സ്കിന്നിനും അതുപോലെ തന്നെ ഗ്രോത്തിനൊക്കെ സഹായമായിരിക്കുന്ന അമിനോ ആസിഡുകൾ, ഫാറ്റി ആസിഡുകൾ. അമിനോ ആസിഡ് അല്ല, ഫാറ്റി ആസിഡുകളാണ്. ഇനി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് എന്ന് പറയുമ്പോൾ അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് ആർ അതർവൈസ് നോൺ ആസ് എന്താണ് പറയുന്നത്? എസെൻഷ്യൽ ഫാറ്റി ആസിഡ്. അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡിനെ പറയുന്ന മറ്റൊരു പേരാണ് എസെൻഷ്യൽ ഫാറ്റി ആസിഡ്. ഇനി 1 gram ഓഫ് ഫാറ്റ് എത്രയാണ് കൊടുക്കുന്നത്? നമ്മളിപ്പോൾ പ്രോട്ടീൻ്റെ കാർബോഹൈഡ്രേറ്റ് നോക്കി 4 കിലോ കലോറി എനർജിയാണ് കാർബോഹൈഡ്രേറ്റ് സപ്ലൈ ചെയ്യുന്നത്. അപ്പം ഈ ഫാറ്റിലേക്ക് വരുമ്പോൾ എത്ര കിലോ കലോറി എനർജിയാണ് സപ്ലൈ ചെയ്യുന്നത്? 9 കിലോ കലോറീസ് ആണ് എനർജിയാണ് ഫാറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത് 9 gram ആണ് എനർജി. ഫാറ്റ് 9 കിലോ കലോറി ഓഫ് എനർജിയാണ് ഫാറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഇനി വിറ്റാമിൻസിന്റെ അടുത്തൊരു ചോദ്യം. വിറ്റാമിൻ എ ഡി ഇ കെ. ഈ വിറ്റാമിൻ എ ഡി ഇ കെ എന്ന് പറയുമ്പോൾ ആ വിറ്റാമിൻ്റെ ഒരു സ്വഭാവം ഉണ്ട്. എന്താണ്? അത് ഫാറ്റ് സോലുബിൾ ആണ് അല്ലേ? വിറ്റാമിൻ എ ഡി എ കെ ആർ സോലുബിൾ വിറ്റാമിൻസ് ആണ്. ഫാറ്റ് സോലുബിൾ വിറ്റാമിനുകളാണ് വിറ്റാമിൻ എ ഡി എ കെ എന്ന് പറയുമ്പോൾ. അപ്പോൾ ഈ നമുക്ക് അതിൻ്റെ സെപ്പറേറ്റ് നമുക്ക് 2 തരത്തിലുള്ള വിറ്റാമിൻസുകളുണ്ട്. ഫാറ്റ് സോലുബിൾ ഉണ്ട്, അതേപോലെ തന്നെ വാട്ടർ സോലുബിൾ ഉണ്ട്. അതിലത്തെ ഫാറ്റ് സോലുബിൾ ആണ് എ ഡി ഇ കെ. അതേപോലെ തന്നെ വാട്ടർ സോലുബിൾ ഏതൊക്കെ വരുന്നത്? വിറ്റാമിൻ സിയും അതേപോലെ തന്നെ ബി ഗ്രൂപ്പ് വിറ്റാമിനുകളൊക്കെയാണ് വാട്ടർ സോലുബിൾ വിറ്റാമിൻ. ഓക്കെ, ബി ആൻഡ് സി ആണ് വാട്ടർ സോലുബിൾ വിറ്റാമിൻസുകളായിട്ട് വരുന്നത്. ഇനി ഈ എസെൻഷ്യൽ ഫാറ്റി ആസിഡുകളുടെ ഉദാഹരണങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. ഏതൊക്കെയാണ്? ലിനോലിക് അതേപോലെ തന്നെ ലിനോലെനിക് ആൻഡ് അരക്കിനോഡിക് ആസിഡുകളാണ് എസെൻഷ്യൽ ഫാറ്റി ആസിഡിന്റെ ഉദാഹരണങ്ങളായിട്ട് കൊടുത്തിരിക്കുന്നത്. പേരുകൾ ഓർത്തു വെക്കണം. എസെൻഷ്യൽ ഫാറ്റി ആസിഡുകൾക്കുള്ള ഉദാഹരണങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. പേരുകൾ ഓർത്തു വെക്കാം. ഓക്കെ, ഇനി വിറ്റാമിൻ എയിലേക്ക് വരുമ്പോൾ വിറ്റാമിൻ എ ക്യാൻ ബി ഒബ്റ്റൈൻഡ് ഇൻ 2 ഫോംസ്. എന്തൊക്കെ പേരിലാണ് വിറ്റാമിൻ എ അറിയപ്പെടുന്നത്? ഇതേപോലെ എല്ലാ വിറ്റാമിനുകളുടെയും മറ്റൊരു പേരുകൾ, എല്ലാ വിറ്റാമിനും ഓരോ പേരുകൾ ഉണ്ടാവും. വിറ്റാമിൻ എ എന്ന് പറയുമ്പോൾ നമുക്ക് റെറ്റിനോൾ ആണ് ഫസ്റ്റിലെ നമുക്ക് ഓർമ്മ വരുന്നത്. അതേപോലെ ഓരോ വിറ്റാമിനുകളുടെ ഇപ്പോൾ വിറ്റാമിൻ B2, റൈബോഫ്ലാവിൻ, അതേപോലെ തന്നെ അത്തരം ഈ വിറ്റാമിനുകളുടെയൊക്കെ പേരുകൾ നമ്മൾ കൃത്യമായിട്ട് ഓർത്തു വെക്കണം. അപ്പോൾ വിറ്റാമിൻ എ ക്യാൻ ബി ഒബ്റ്റൈൻഡ് ഇൻ 2 ഫോംസ്. നെയിംലി 2 തരത്തിലാണ് കാണുന്നത്. റെറ്റിനോളും അതേപോലെ തന്നെ കരോട്ടിനാണ്. വിറ്റാമിൻ എ 2 തരത്തിലാണ് കാണപ്പെടുന്നത്. ഇനി പ്രോ വിറ്റാമിൻ ഓഫ് വിറ്റാമിൻ എ. ഈ ചോദ്യം ഒന്ന് ഓർത്തു വെക്കണം, എക്സാമിൽ ചോദിച്ചിട്ടില്ലാണ്. ബീറ്റ കരോട്ടിൻ ആണ് പ്രോ വിറ്റാമിൻ. വിറ്റാമിൻ എയുടെ പ്രോ വിറ്റാമിൻ എന്ന് പറയുന്നത് ബീറ്റ കരോട്ടിൻ ആണ്. ഓക്കെ, അപ്പം 1 microgram of vitamin beta carotene is equivalent to dash microgram of retinol. എത്രയാണ്? mcg എന്ന് പറയുമ്പോൾ മൈക്രോഗ്രാംസ് ആണ് വരുന്നത്. 1 gram ബീറ്റ കരോട്ടിൻ എന്ന് പറയുന്നത് 0.25 മൈക്രോഗ്രാം റെറ്റിനോളിന് സമമാണ്. അതാണ് ചോദ്യത്തിൽ പറയുന്നത്. ഇനി അതിൻ്റെ ഡെയിലി റിക്വയർമെൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ഒരു അപ്ഡേഷൻ വന്നിട്ടുണ്ട്. അതാണ് ഞാൻ ഇത് ഷെയ്ഡ് ചെയ്തിരിക്കുന്നത്. ഇത് പൂർണ്ണമായിട്ടും കറക്റ്റ് അല്ല. അപ്പം ഞാൻ ഈ ഒരു ഭാഗം, ഈ യെല്ലോ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ഭാഗം ഞാൻ വേറെ ഞാൻ കുറച്ചുകൂടി സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. അടുത്തത് നമുക്ക് വിറ്റാമിൻ എയുടെ ഡെഫിഷ്യൻസി ഡിസീസിലേക്ക് പോകും. സിറോത്താൽമിയാണ് വിറ്റാമിൻ എ ഡെഫിഷ്യൻസി ആയിട്ടുള്ള അസുഖം നമുക്ക് ഒരെണ്ണം കണ്ടിരിക്കുന്നത്. പക്ഷേ
ഇപ്പോൾ നൈറ്റ് ബ്ലൈൻഡ്നെസ് അതേപോലെ തന്നെ അത്തരത്തിലുള്ള അസുഖങ്ങളൊക്കെ വിറ്റാമിൻ എയുടെ ഡെഫിഷ്യൻസി ആയിട്ട് ഉണ്ട്. പിന്നെ അതേപോലെ ഇപ്പോൾ ആൻറ്റി സിറോത്താൽമിക് ഡ്രഗ് ആയിട്ട് കൊടുക്കുന്ന വിറ്റാമിൻ എ ആണ്. ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടിരിക്കുന്നതാണ്, ഒരാൾ സംശയം ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആൻറ്റി സിറോത്താൽമിക് ഡ്രഗ് ആയിട്ട് കൊടുക്കുന്ന വിറ്റാമിൻ ആണ് വിറ്റാമിൻ എ. ഓക്കെ, അതും കൂടി ഒന്ന് ഓർത്ത് വെക്കണം. ഇനി അതിൻ്റെ എക്സസ് ഓഫ് വിറ്റാമിൻ എ, ആ വിറ്റാമിൻ എ എക്സസ് ആണ്, അതിൻ്റെ ഇൻടേക്ക് കൂടുതലാകുമ്പോൾ അത് ടോക്സിസിറ്റി എന്നും കൂടെ അറിയപ്പെടും. എക്സസ് ഓഫ് വിറ്റാമിൻ എ കോസ് ടോക്സിസിറ്റി എന്നും കൂടെ അറിയപ്പെടും. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഡാഷ് ആർ ഗുഡ് സോഴ്സ് ഓഫ് വിറ്റാമിൻ എ. വിറ്റാമിൻ എയുടെ സോഴ്സ്, ഏറ്റവും നല്ല സോഴ്സുകൾ ഏതൊക്കെയാണ്? ഫ്രഷ് ഡാർക്ക് ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് ആണ്. ഇലക്കറികൾ, നല്ല ഡാർക്ക് ഗ്രീൻ ആയിട്ടുള്ള ഇലക്കറികളാണ് വിറ്റാമിൻ എയുടെ റിച്ച് ആയിട്ടുള്ള സോഴ്സ് ആയിട്ട് നമുക്ക് തന്നെ നമ്മുടെ പ്രകൃതിയിൽ തന്നെ നമുക്ക് ഏറ്റവും അടുത്ത നമുക്ക് ലഭ്യമാവുന്നത്. ഓക്കെ, അപ്പോൾ അത് ഓർത്ത് വെക്കണം. ഡാഷ് ആർ ഗുഡ് സോഴ്സ് ഓഫ് വിറ്റാമിൻ എ. ഓരോ വിറ്റാമിനുകളിലും സോഴ്സ് ഞാൻ നോട്ട്സിൽ കൃത്യമായിട്ട് തന്നിട്ടുണ്ട്. ഓരോ വിറ്റാമിനുകളും നമുക്ക് ലഭിക്കുന്ന സോഴ്സുകൾ, ഇപ്പോൾ ആനിമൽ സോഴ്സ് ഉണ്ട്, അതേപോലെ തന്നെ വെജിറ്റബിൾ സോഴ്സ് ഉണ്ട്. അപ്പോൾ ആ സോഴ്സ് ഒന്ന് കൃത്യമായിട്ട് ഓർത്ത് വെക്കണം, ഏതൊക്കെ വിറ്റാമിനാണ് റിച്ച് ആയിട്ട് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ അതും കൂടി ഒന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ വിറ്റാമിൻ എ ഏറ്റവും കൂടുതൽ നമുക്ക് ലഭിക്കുന്നത് ഡാർക്ക് ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് എന്നാണ് വിറ്റാമിൻ എ നമുക്ക് റിച്ച് ആയിട്ട് കിട്ടുന്നത്. ഓക്കെ, ഇനി അതിൻ്റെ ഒരു പ്രോഗ്രാമാണ് നാഷണൽ വിറ്റാമിൻ എ പ്രൊഫൈലാക്സിസ് പ്രോഗ്രാം വാസ് സ്റ്റാർട്ടഡ് ഇൻ ദി ഇയർ 1970 വിറ്റാമിൻ എ പ്രൊഫൈലാക്സിസ് പ്രോഗ്രാം സ്റ്റാർട്ട് ആയിരിക്കുന്നത്. ആ പ്രോഗ്രാമിനെ കുറിച്ച് പിന്നീട് ഞാൻ പറഞ്ഞു തരാം. വിറ്റാമിൻ എ കുറവുള്ളവർക്ക് അത് അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുന്ന ആ പ്രോഗ്രാം തന്നെയാണ്, അഡീഷണൽ ആയിട്ട് കൊടുക്കുന്ന പ്രോഗ്രാം തന്നെയാണ് വിറ്റാമിൻ എ പ്രൊഫൈലാക്സിസ് പ്രോഗ്രാം എന്ന് പറയുന്നത്. 1970 ആ പ്രോഗ്രാം ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തൊരു ട്രൂ ഓർ ഫോൾസ് ക്വസ്റ്റ്യൻ ആണ്. ആ ട്രൂ ഓർ ഫോൾസ് ക്വസ്റ്റ്യനിൽ ഫുഡ്സ് ഓഫ് പ്ലാന്റ് ഒറിജിൻ ഡു നോട്ട് കണ്ടെയ്ൻ വിറ്റാമിൻ ഡി. ശരിയല്ലേ? വിറ്റാമിൻ ഡി നമുക്ക് പ്ലാന്റ് ഒറിജിനിൽ നിന്ന് ലഭ്യമല്ല. വിറ്റാമിൻ ഡിയുടെ ടേബിളിനകത്ത് ഞാൻ കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ ഒറിജിൻ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വിറ്റാമിൻ ഡി ഒരിക്കലും പ്ലാന്റ് ഒറിജിനിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നില്ല. അത് ഇപ്പോൾ കൂടുതലായിട്ട് ഇപ്പോൾ എവിടെ നിന്നൊക്കെയാണ് അത് ലഭിക്കുന്നത്? ഇപ്പോൾ മിൽക്ക്, ഫിഷ് ലിവർ ഓയിൽ, അതേപോലെ തന്നെ എഗ്ഗ്, അത്തരത്തിൽ നിന്ന്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ സൺഷൈൻ, വെയിൽ കൊള്ളുമ്പോഴൊക്കെ നമുക്ക് വിറ്റാമിൻ ഡി ലഭിക്കുന്നുണ്ട്. അപ്പോൾ പ്ലാന്റ് ഒറിജിനിൽ നിന്നും ഒരിക്കലും വിറ്റാമിൻ ഡി നമുക്ക് ലഭിക്കുന്നില്ല. ഇവിടെയും അതേപോലെ തന്നെ ഞാൻ അതിൻ്റെ റിക്വയർമെൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. അത് ചെറിയൊരു അപ്ഡേഷൻ വന്നിട്ടുണ്ട്. അതിൻ്റെ റീഡിങ്സ് കറക്റ്റ് അല്ല എന്നാണ് നോട്ട്സ് തയ്യാറാക്കിയിട്ട് ആൾ പറഞ്ഞിരിക്കുന്നത്. ഞാൻ ഒന്നുകൂടി ചെക്ക് ചെയ്തിട്ട് ബാക്കി അതിൻ്റെ പറഞ്ഞു തരാം, അതിൻ്റെ റിക്വയർമെൻറ്റ്സ് എത്രയൊക്കെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, ഇനി വിറ്റാമിൻ ഡിയുടെ ഫോംഡ് ബൈ ദി സ്കിൻ ബൈ ദി ആക്ഷൻ. എന്ത് ഇപ്പോൾ നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞല്ലേ, നമുക്കിപ്പോൾ സൂര്യപ്രകാശം കൊണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ശരീരത്തിൽ വിറ്റാമിൻ ഡി കിട്ടും. വിറ്റാമിൻ ഡി ഈസ് ഫോംഡ്, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടായി, ഫോംഡ് ഇൻ ദി സ്കിൻ ബൈ ദി ആക്ഷൻ ഓഫ്. എന്തിൻ്റെ ആക്ഷൻ മുഖാന്തരമാണ് നമുക്ക് സ്കിന്നിലേക്ക് വിറ്റാമിൻ ഡി കിട്ടുന്നത്? അൾട്രാവയലറ്റ് റൈസ് ആണ്. സൺലൈറ്റിലത്തെ അൾട്രാവയലറ്റ് റൈസ് മുഖാന്തരമാണ് നമുക്ക് സ്കിൻ വിറ്റാമിൻ ഡി ലഭിക്കുന്നത്. ഇനി അപ്പോൾ അതിൻ്റെ ഈ വിറ്റാമിൻ ഡിയുടെ ഡെഫിഷ്യൻസി ആയിട്ടുള്ള ഡിസീസാണ് റിക്കറ്റ്സ് വരുന്നുണ്ട്. അത് റിക്കറ്റ്സ് വരുന്നത് കുട്ടികളിലാണ് വരുന്നത്. അത് കൃത്യമായിട്ട് ഓർത്ത് വെക്കണം. കുഞ്ഞുങ്ങളിലാണ് റിക്കറ്റ്സ് അസുഖം വരുന്നത്. ഓസ്റ്റിയോമലേഷ്യ എന്ന് പറഞ്ഞ വിറ്റാമിൻ ഡി ഡെഫിഷ്യൻസി ഡിസീസ് വരുന്നത് അഡൾട്ടിലാണ് വരുന്നത്. മുതിർന്നവരിൽ ഓസ്റ്റിയോമലേഷ്യയും ചിൽഡ്രൻസിൽ റിക്കറ്റ്സും ആണ് അസുഖങ്ങൾ വരുന്നത്, വിറ്റാമിൻ ഡി ഡെഫിഷ്യൻസി ഡിസീസ്. അപ്പോൾ ഓരോ വിറ്റാമിനുകളെ കുറിച്ച് പറഞ്ഞിരിക്കുമ്പോൾ അതിൻ്റെ സോഴ്സ് പഠിക്കണം, റിക്വയർമെൻറ്റ്സ് പഠിക്കണം, അതുപോലെ തന്നെ അതിൻ്റെ ഡെഫിഷ്യൻസി ഡിസീസ് പഠിക്കണം. അപ്പം ഈ അസുഖങ്ങൾ, ഇപ്പോൾ വിറ്റാമിൻ ഡിയുടെ ഡെഫിഷ്യൻസി ആയിട്ടുള്ള അസുഖങ്ങളാണ് റിക്കറ്റ്സ് കുഞ്ഞുങ്ങളിൽ വരുന്നത്, ഓസ്റ്റിയോമലേഷ്യ എന്ന അസുഖം വരുന്നത് അഡൾട്ട്സിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ അത് പരസ്പരം അങ്ങോട്ട് മാറിപ്പോയത്. ചിലപ്പോൾ കോമൺ ആയിട്ട് ചോദിക്കുക എന്തൊക്കെ അസുഖങ്ങളാണ്. ചിലപ്പോൾ റിക്കറ്റ്സ് ഉണ്ട്, അതേപോലെ തന്നെ ഓസ്റ്റിയോമലേഷ്യ ഉണ്ട്. അത് സ്പെസിഫിക് ആയിട്ട് ചോദിക്കുമ്പോൾ വിറ്റാമിൻ ഡി ഇൻ ഡെഫിഷ്യൻസി ഇൻ ചിൽഡ്രൻസ് ഏത് അസുഖമാണെന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് മാറിപ്പോയത് റിക്കറ്റ്സ് ആണ് അതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം വരുന്നത്. ഇനി അതിൻ്റെ എക്സസ് ഓഫ് വിറ്റാമിൻ ഡി ലീഡ്സ് എന്താണ് വരുന്നത്? എക്സസ് ഓഫ് വിറ്റാമിൻ ഡി ഇൻടേക്ക് കൂടുതലാകുമ്പോൾ ഹൈപ്പർ പാരാതൈറോയിഡിസം എന്ന് പറഞ്ഞ അസുഖമാണ് വിറ്റാമിൻ ഡി എക്സസിൽ വരുന്ന അവസ്ഥ എന്ന് പറയുന്നത്. ഹൈപ്പർ പാരാതൈറോയിഡിസം എന്ന് പറഞ്ഞ അവസ്ഥയാണ് വിറ്റാമിൻ ഡി അധികമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ വരുന്നത്. ഓക്കെ, ഇനി അതിൻ്റെ മറ്റൊരു പേര് വിറ്റാമിൻ ഡി ആൾസോ നോൺ ആസ് കോളികാൽസിഫെറോൾ എന്ന് പറയും. വിറ്റാമിൻ ഡിയുടെ തന്നെ മറ്റൊരു പേരാണ്, മറ്റൊരു തരത്തിൽ പറയുന്ന പേരാണ്
കോളികാൽസിഫെറോൾ എന്ന് പറയുന്നത്. അപ്പോൾ വിറ്റാമിൻ ഡിയെ കുറിച്ച് മനസ്സിലായല്ലോ. അസുഖങ്ങൾ ഏതൊക്കെയാണ്? റിക്കറ്റ്സ്, ഓസ്റ്റിയോമലേഷ്യ. അത് എക്സസ് ആയിട്ട് വരുമ്പോൾ ഡെഫിഷ്യൻസി അസുഖങ്ങളാണ് റിക്കറ്റ്സും ഓസ്റ്റിയോമലേഷ്യയും. എക്സസ് ആയിട്ട് വരുമ്പോൾ ഹൈപ്പർ പാരാതൈറോയിഡ്സും അതിൻ്റെ എക്സസ് ആയിട്ട് വരുന്ന അവസ്ഥ വരുന്നുണ്ട്. അതിൻ്റെ മറ്റൊരു പേരാണ് ഈ വിറ്റാമിൻ ഡി പറയുന്ന മറ്റൊരു പേരാണ് കോളികാൽസിഫെറോൾ. പിന്നെ അതുപോലെ തന്നെ ഇനി അടുത്ത് നമുക്ക് വിറ്റാമിൻ സിയിലേക്ക് പോവാം. വിറ്റാമിൻ സിയുടെ മറ്റൊരു പേരാണ് അസ്കോർബിക് ആസിഡ്. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, അതൊന്ന് അപ്പോൾ വിറ്റാമിൻ സിയുടെ മറ്റൊരു പേരാണ് അസ്കോർബിക് ആസിഡ് ആണ് വിറ്റാമിൻ സിയുടെ മറ്റൊരു പേര്. നമുക്ക് അത് ഓർത്ത് വെക്കണം. ഇനി അതിൻ്റെ റിച്ച് സോഴ്സ് എന്ന് പറയുന്നത് സിട്രസ് ഫ്രൂട്ടുകളാണ്. വിറ്റാമിൻ സിയുടെ റിച്ച് സോഴ്സുകളാണ് സിട്രസ് ഫ്രൂട്ട്സുകളാണ് വിറ്റാമിൻ സിയുടെ റിച്ച് സോഴ്സ് ആയിട്ട് നമുക്ക് അപ്പോൾ റിച്ച് സോഴ്സിലേക്ക് പോകുമ്പോൾ സിട്രസ് ഫ്രൂട്ടുകളാണ് വിറ്റാമിൻ സിയുടെ റിച്ച് സോഴ്സ് ആയിട്ട് സിട്രസ് ഫ്രൂട്ടുകളാണുള്ളത്. ഇനി അനിമൽ സോഴ്സ് ആർ ഡാഷ് സോഴ്സ് ഓഫ് വിറ്റാമിൻ സി. അത് അനിമൽ സോഴ്സിൽ നിന്ന് ലഭിക്കുന്ന വിറ്റാമിൻ സി അതിൻ്റെ സോഴ്സ് വളരെ പൂർ ആയിട്ടുള്ളത്. റിച്ച് ആയിട്ടുള്ള വിറ്റാമിനുകൾ അനിമൽ സോഴ്സിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നില്ല. അപ്പം അനിമൽ സോഴ്സ് വളരെ പൂർ ആയിട്ടുള്ള രീതിയിലാണ് അനിമൽ സോഴ്സിൽ നിന്ന് നമുക്ക് വിറ്റാമിൻ സി ലഭിക്കുന്നുള്ളൂ. നമുക്ക് കൂടുതലായിട്ട് വരുന്നത് ഇത്തരത്തിലുള്ള സിട്രസ് ഫ്രൂട്ട്സുകളിൽ നിന്നും അതുപോലെ തന്നെ വെജിറ്റബിൾ സോഴ്സിൽ നിന്നൊക്കെയാണ് നമുക്ക് വിറ്റാമിൻ സി ധാരാളമായിട്ട് കിട്ടുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഒരു ട്രൂ ഓർ ഫോൾസ് ക്വസ്റ്റ്യൻ ആണ്. വിറ്റാമിൻ സി ഹെൽപ്പ് ടു വൂണ്ട് ഹീലിംഗ്. ഇല്ലേ, നമ്മുടെ മുറിവുകൾ ഉണങ്ങാൻ, മുറിവുകൾ കൂടിച്ചേരാൻ ഏറ്റവും സഹായമാകുന്ന വിറ്റാമിൻ സി സഹായമാകുന്നുണ്ട്. ഇനി ഡെയിലി റിക്വയർമെന്റ്സിലേക്ക് പോകുമ്പം അഡൽട്ടിലേക്ക് 40 മില്ലിഗ്രാം, അതേപോലെ തന്നെ കുട്ടികളിലേക്ക് 30 to 50 മില്ലിഗ്രാം റിക്വയർമെന്റ് ഉണ്ട്. ഡെയിലി റിക്വയർമെന്റ് ആണ് പറയുന്നത്. അതേപോലെ തന്നെ ലാക്ടേഷനിലേക്ക് വരുമ്പോൾ 120 മില്ലിഗ്രാം ആണ് ലാക്ടേഷനിലേക്ക് വിറ്റാമിൻ സി റിക്വയർമെന്റ് ആയിട്ട് വരുന്നത്. ഇനി ഡെഫിഷ്യൻസി ഡിസീസിലേക്ക് വരുമ്പോൾ വിറ്റാമിൻ സി ഡെഫിഷ്യൻസി ഡിസീസിലേക്ക് വരുമ്പോൾ സ്കർവി ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ന്യൂട്രീഷനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. പരീക്ഷകളിൽ നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഡെഫിഷ്യൻസി ഓഫ് വിറ്റാമിൻ സി കോസസ്. സ്കർവി എന്ന് പറഞ്ഞ അസുഖമാണ് വിറ്റാമിൻ സിയുടെ ഡെഫിഷ്യൻസി അസുഖമായിട്ട് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടതും തെറ്റിപ്പോകരുത്. ഒരിക്കലും തെറ്റിപ്പോവാൻ സമ്മതിക്കരുത്. കാരണം മാർക്ക് സ്കോർ ചെയ്യാൻ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകളൊക്കെയാണ് ന്യൂട്രീഷനിൽ നിന്ന് വരുന്നത്. പക്ഷേ പരസ്പരം കൺഫ്യൂഷൻ ആവുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻസുകൾ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ വിറ്റാമിൻ സി കഴിഞ്ഞു. ഇനി വരുന്നത് ബി ഗ്രൂപ്പ് വിറ്റാമിൻസിലാണ്. വിറ്റാമിൻ B1 തയാമിൻ. പേരുകൾ ഓർത്ത് വെക്കണം. വിറ്റാമിൻ B1 എന്ന് പറയുന്നത് തയാമിൻ എന്നാണ് വിറ്റാമിൻ B1 നമ്മൾ അറിയപ്പെടുന്നത്. വിറ്റാമിൻ ബി കോംപ്ലക്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, ബി കോംപ്ലക്സ് വിറ്റാമിനുകൾ അതിലൊക്കെ വരുന്ന വിറ്റാമിൻ B1 ആണ്. തയാമിൻ എന്നാണ് അതിനെ നമ്മൾ അറിയപ്പെടുന്നത്. അതിൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ വാട്ടർ സോലുബിൾ ആണ്. അപ്പോൾ വിറ്റാമിൻ സി ഒക്കെ വാട്ടർ സോലുബിൾ വരുന്നതാണ്. ADEK ഫാറ്റ് സോലുബിളും സിയും ബിയും വാട്ടർ സോലുബിൾ വിറ്റാമിനാണ്. അപ്പോൾ അതിലത്തെ B1 വാട്ടർ സോലുബിൾ വിറ്റാമിനാണ്. അതിൻ്റെ റിക്വയർമെൻറ്റ്സ് ഡെയിലി റിക്വയർമെൻറ്റ്സ് വരുമ്പോൾ 0.5 മില്ലിഗ്രാം പെർ 100 കിലോ കലോറി, അബൌട്ട് 1 to 2 മില്ലിഗ്രാം പെർ ഡേ ആണ് അതിൻ്റെ ഡെയിലി റിക്വയർമെൻറ്റ്സ് ആയിട്ട് വരുന്നത്. വിറ്റാമിൻ B1 തയാമിൻ എന്ന് പറഞ്ഞ വിറ്റാമിൻ എന്ന് പറയുന്നത് 1 to 2 മില്ലിഗ്രാം പെർ 1000 കിലോ കലോറി, അബൌട്ട് 1 to 2 മില്ലിഗ്രാം പെർ ഡേ. ആ റേഞ്ചിലാണ് നമുക്ക് തയാമിൻ എന്ന് പറഞ്ഞ വിറ്റാമിൻ നമുക്ക് ശരീരത്തിലേക്ക് ആവശ്യമുള്ളത്. ഓക്കെ, ഇനി അതിൻ്റെ ഡെഫിഷ്യൻസി ഡിസീസിലേക്ക് വരുമ്പോൾ എന്തൊക്കെയാണ്? ഡെഫിഷ്യൻസി ഡിസീസിലേക്ക് വരുമ്പോൾ ബെറിബെറി ആൻഡ് വെർണിക്സ് എൻസെഫലോപ്പതിയാണ് അതിൻ്റെ ഡെഫിഷ്യൻസി ഡിസീസിലായിരിക്കും വരുന്നത്. അപ്പം നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്നത് ഈ ബെറിബെറി അസുഖം ആണ് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടുവരുന്നത്. വിറ്റാമിൻ B1 തയാമിൻ്റെ ഡെഫിഷ്യൻസി അസുഖമായിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടുവരുന്നത് ബെറിബെറിയാണ്. മറ്റേ ഈ എൻസെഫലോപ്പതി എന്നുള്ളത് ആ ഒരു ഓപ്ഷൻ ഇതുവരെ കണ്ടിട്ടില്ല. ക്വസ്റ്റ്യൻ പേപ്പറിൽ 2 ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ട്. വിറ്റാമിൻ തയാമിൻ ഡിസീസിൽ വരുന്ന അസുഖത്തിൻ്റെ തയാമിൻ ഡെഫിഷ്യൻസി അസുഖമായിട്ട് വരുന്നത് ബെറിബെറിയാണ്. അപ്പോൾ ഓർത്ത് വയ്ക്കുക. ഇനി റൈബോഫ്ലാവിലേക്ക് പോകുമ്പോൾ വിറ്റാമിൻ B2 റൈബോഫ്ലാവിനാണ്. പേര് ഓർത്ത് വെക്കണം. B1 എന്ന് പറയുന്നത് തയാമിനും B2 എന്ന് പറയുന്നത് റൈബോഫ്ലാവിനുമാണ്. അതിൻ്റെ ഡെയിലി റിക്വയർമെൻറ്റ്സിലേക്ക് വരുമ്പോൾ 0.6 മില്ലിഗ്രാം ആണ്
per 1000 kilocalorie. About 1 to 2.3 milligram per day ആണ് ഡെയിലി റിക്വയർമെന്റ് ആയിട്ട് B2 റൈബോഫ്ലാവിൻ നമുക്ക് ശരീരത്തിലേക്ക് ആവശ്യമുള്ളത്. അപ്പോൾ അതിന്റെ ഡെഫിഷ്യൻസി അസുഖമായിട്ട് വരുന്നത് ആംഗുലാർ സ്റ്റൊമാറ്റൈറ്റിസും അതുപോലെ തന്നെ ഗ്ലോസൈറ്റിസ് എന്ന് പറഞ്ഞ അസുഖമാണ് വിറ്റാമിൻ B2 ഡെഫിഷ്യൻസി ആയിട്ട് നമുക്ക് അസുഖങ്ങൾ നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത്, ഡെഫിഷ്യൻസി ഡിസീസ് ആയിട്ട് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത്. ഓക്കെ, ഇനി B4ലേക്ക് വരുമ്പോൾ ഏതാണ് വിറ്റാമിൻ B4ന്റെ മറ്റൊരു പേരാണ് എന്താണ്, നിയാസ് എന്ന് പറയും. അത് അല്ലെങ്കിൽ തന്നെ നിക്കോട്ടിനിക് ആസിഡ് എന്നും കൂടെ വിറ്റാമിൻ B4ന് നമ്മൾ അറിയപ്പെടും. ഓക്കെ, അപ്പോൾ അത് പേരുകൾ ഓർത്ത് വെക്കുക. വിറ്റാമിൻ B4 എന്ന് പറയുന്നത് നിയാസിൻ അല്ലെങ്കിൽ നിക്കോട്ടിനിക് ആസിഡ് ആണ് വിറ്റാമിൻ B4ന്റെ മറ്റൊരു പേര്. അതിന്റെ ഡെയിലി റിക്വയർമെന്റ്സ് എന്ന് പറയുമ്പോൾ 6.6 മില്ലിഗ്രാം പെർ 1000 കിലോ കലോറിയൊക്കെയാണ് ഡെയിലി റിക്വയർമെന്റ്സ് വരുന്നത്. ഓക്കെ, അപ്പം B1 പഠിച്ചു, B2 പഠിച്ചു, B4 പഠിച്ചു. ഇനി B4ന്റെ ഡെഫിഷ്യൻസി ഡിസീസിലേക്ക് വരുമ്പോൾ ഡിസീസിൽ വരുമ്പോൾ പെല്ലഗ്ര എന്ന് പറഞ്ഞ അസുഖമാണ് B4ന്റെ ഡെഫിഷ്യൻസി ആയിട്ട് നമുക്ക് വരുന്ന അസുഖം. വിറ്റാമിൻ B4ന്റെ ഡെഫിഷ്യൻസി ഡിസീസ് ആണ് പെല്ലഗ്ര. അപ്പോൾ ഓരോ ഡെഫിഷ്യൻസി ഡിസീസുകളും കൂടെ ഓർത്ത് പോകണം. ഇനി നമുക്ക് B6ലേക്ക് പോവാം. വിറ്റാമിൻ B6ലേക്ക് പോകുമ്പോൾ B6ന്റെ മറ്റൊരു പേരാണ് പൈറിഡോക്സിൻ എന്ന് പറയുന്നത്. പൈറിഡോക്സിൻ ആണ് B6ന്റെ മറ്റൊരു പേര്. വിറ്റാമിൻ B6ന്റെ മറ്റൊരു പേരാണ് പൈറിഡോക്സിൻ. അതിന്റെ റിക്വയർമെന്റ്സ് വരുന്നത് 1.25 മില്ലിഗ്രാം പെർ 100 ഗ്രാം ഓഫ് പ്രോട്ടീൻ ഇൻടേക്ക്. 100 ഗ്രാം പ്രോട്ടീൻ ഇൻടേക്ക് ചെയ്യുമ്പോൾ അതിനകത്ത് വിറ്റാമിൻ B6 വേണ്ടത്, പൈറിഡോക്സിൻ വേണ്ടത് 1.2 മില്ലിഗ്രാം പെർ 100 ഗ്രാം ഓഫ് പ്രോട്ടീൻ ആണ് ഇൻടേക്ക് ആയിട്ട് വേണ്ടത്. അപ്പം വിറ്റാമിൻ B6ന്റെ മറ്റൊരു പേരാണ് പൈറിഡോക്സിൻ. ഓക്കെ, ഇനി അതിന്റെ ഡെഫിഷ്യൻസിയിലേക്ക് വരുമ്പോൾ ഡെഫിഷ്യൻസി ഡിസീസിലേക്ക് വരുമ്പോൾ വിറ്റാമിൻ B6ന്റെ ഡെഫിഷ്യൻസി ഡിസീസിലേക്ക് വരുമ്പോൾ പെരിഫറൽ ന്യൂറൈറ്റിക്സ് വരുന്നുണ്ട്, അഡൽട്ടിൽ വരുന്നുണ്ട്. അത് ഓർത്ത് വെക്കണം. അഡൽട്ടിൽ വരുന്നതും പെരിഫറൽ ന്യൂറൈറ്റിസും അതേപോലെ തന്നെ ഇൻഫാൻസിലേക്ക് വരുമ്പോൾ അത് കൺവൾഷൻസും ആണ് വിറ്റാമിൻ B6ന്റെ ഡെഫിഷ്യൻസി ഡിസീസ് ആയിട്ട് വരുന്നത്. അഡൽട്ടിലേക്ക് വരുമ്പോൾ അതാണ് പെരിഫറൽ ന്യൂറൈറ്റിസും ആണ് അഡൽട്ടിലേക്ക് വരുന്നത്. ഇൻഫൻസിലേക്ക് വരുമ്പോൾ കൺവൾഷൻസ് ആണ് ഇൻഫൻസിലേക്ക് വരുന്ന ഡെഫിഷ്യൻസി ഡിസീസ്. വിറ്റാമിൻ B6ന്റെ ഡെഫിഷ്യൻസി ഡിസീസ് ആയിട്ട് കൃത്യമായിട്ട് ഓർത്ത് വയ്ക്കുക. പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ് വിറ്റാമിൻ B6ന്റെ അത്, അല്ലെങ്കിൽ ചിലപ്പോൾ B6 എന്നാവില്ല ചോദിക്കുക. പൈറിഡോക്സിന്റെ ഡെഫിഷ്യൻസി ഡിസീസ് ഇൻ അഡൽട്ടിൽ ഏതൊക്കെയാണ്, പെരിഫറൽ ന്യൂറൈറ്റിസും അതേപോലെ തന്നെ ഇൻഫൻസിലേക്ക് വരുമ്പോൾ അത് കൺവൾഷൻസും ആയിട്ട് നമുക്ക് ഓർത്ത് വയ്ക്കാൻ കഴിയണം. ഓക്കെ, ഇനി അടുത്തതിലേക്ക് പോവാം. നമുക്ക് വിറ്റാമിൻ B12 എന്ന് പറയുന്നത് നമ്മൾ മറ്റൊരു പേരിൽ അറിയപ്പെടുന്നത് കൊബാലമിൻ അറിയപ്പെടും. അതുപോലെ തന്നെ സയാനോ കൊബാലമിൻ അറിയപ്പെടും. അപ്പോൾ അതിന്റെ മറ്റൊരു പേരാണ് നമുക്ക് സയാനോ കൊബാലമിനെ നമുക്ക് പഠിച്ചു പോവാം. അതിന്റെ റിക്വയർമെന്റ്സ് വേണ്ടത് 1 മൈക്രോഗ്രാം ആണ് അതിന്റെ ഡെയിലി റിക്വയർമെന്റ്സ് ആയിട്ട് വേണ്ടത് വിറ്റാമിൻ B12 സയാനോ കൊബാലമിൻ. ഓക്കെ, ഇനി ഇപ്പം നോർമലായിട്ട് വേണ്ടത് 1 മില്ലിഗ്രാം പെർ 1 മൈക്രോഗ്രാം ആണ് ഡെയിലി റിക്വയർമെന്റ്സ് വേണ്ടത്. അത് ലാക്ടേറ്റിംഗ് മദേഴ്സിലേക്ക് വരുമ്പോൾ അത് 1.5 മൈക്രോഗ്രാംസ് ആയിട്ട് മാറും. അപ്പോൾ വിറ്റാമിൻ B12 ലാക്ടേറ്റിംഗ് മദറിലേക്ക് പോകുമ്പോൾ അത് 1.5 മൈക്രോഗ്രാം ആയിട്ട് അത് മാറുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഡെയിലി റിക്വയർമെന്റ്സ് മനസ്സിലാക്കി വെക്കി പോവുക. സയനോകോബാലമിന്റെ ഡെഫിഷ്യൻസി, ഓരോ വിറ്റാമിൻ്റെയും അതിന്റെ ഡെഫിഷ്യൻസി അസുഖങ്ങളും കൂടി ഓർത്തു വെക്കണം എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പം വിറ്റാമിൻ B12ന്റെ ഡെഫിഷ്യൻസി ഡിസീസിലേക്ക് വരുമ്പോൾ അതിന്റെ ഡെഫിഷ്യൻസി ഡിസീസാണ് മെഗലോബ്ലാസ്റ്റിക് അനീമിയാണ്. വിറ്റാമിൻ B12 വിറ്റാമിൻ B12 സയനോകോബാലമിന്റെ ഡെഫിഷ്യൻസി മൂലം ഉണ്ടാകുന്ന അസുഖമാണ് മെഗലോബ്ലാസ്റ്റിക് അനീമിയ എന്ന് പറഞ്ഞ അസുഖം. ഓക്കെ, അപ്പം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. വിറ്റാമിൻ B12 മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അടുത്ത് വരുന്നത് ഫോളിക് ആസിഡ് ആണ്. ഫോളിക് ആസിഡിന്റെ പ്രത്യേകത എന്താണ്? നമുക്ക് ഡെയിലി റിക്വയർമെന്റ് എത്രയാണ് വേണ്ടത്? 100 മൈക്രോഗ്രാംസ് ആണ് ഡെയിലി റിക്വയർമെന്റ്സ് വേണ്ടത്. അതിനകത്ത് ചെറിയൊരു അപ്ഡേഷൻസ് വന്നിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അത് ഞാൻ ഒന്നുകൂടി ഞാനത് ക്ലിയർ ചെയ്ത് തരാം. ഇനി അതുപോലെ തന്നെ ഇൻഫാൻസിലേക്ക് വേണ്ടത് 25 മൈക്രോഗ്രാംസും അതേപോലെ തന്നെ ചിൽഡ്രൻസ് 1 to 12 ഇയേഴ്സിൻ്റെ വരുന്നത് 30 to 70 മൈക്രോഗ്രാംസ്. ഇനി ഡ്യൂറിങ് പ്രഗ്നൻസി പീരീഡിൽ വരേണ്ടത് 40 മൈക്രോഗ്രാംസ് ആണ് ഡെയിലി റിക്വയർമെന്റ്സ്. അതുപോലെ തന്നെ
ലാക്ടേഷനിലേക്ക് വരുമ്പോൾ 150 മൈക്രോഗ്രാംസ് ആണ് അതിൻ്റെ ഡെയിലി റിക്വയർമെൻറ്റ്സ് വരുന്നത്. ഇനി ഡയറ്ററി ഡെഫിഷ്യൻസിയിലേക്ക് വരുമ്പോൾ ഫോളിക് ആസിഡിൻ്റെ ഡെഫിഷ്യൻസിയിലേക്ക് വരുമ്പോൾ നമ്മൾ നേരത്തെ ഇവിടെ പറഞ്ഞു സയാനോകോബാലമിൻ്റെ ഡെഫിഷ്യൻസിയിലേക്ക് വരുന്ന അതേ അസുഖം തന്നെയാണ് മെഗലോബ്ലാസ്റ്റിക് അനീമിയ തന്നെയാണ് ഫോളിക് ആസിഡിൻ്റെ ഡെഫിഷ്യൻസി അസുഖമായിട്ടും മെഗലോബ്ലാസ്റ്റിക് അനീമിയ ഉണ്ടാവാനാണ് സാധ്യത കൂടുതൽ വരുന്നത്. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ വരുന്നത് ട്രൂ ഓർ ഫോൾസ് ക്വസ്റ്റ്യൻ ആണ്. ഫോളിക് ആസിഡ് ഗിവൺ ഇൻ പ്രഗ്നൻസി ഇൻക്രീസ് ദി വെയിറ്റ് ഓഫ് എ ബേബി ബോൺ. ശരിയാണോ തെറ്റാണോ? ഫോളിക് ആസിഡ് ഗിവൺ പ്രഗ്നൻസി ഇൻക്രീസ് വെയിറ്റ് ഓഫ് ബേബി ബോൺ. വെയിറ്റ് കൂട്ടുമോ എന്നുള്ളതാണ് ട്രൂ ഓർ ഫോൾസ് ആണ് ക്വസ്റ്റ്യൻ. അത് ശരിയാണ്. ഫോളിക് ആസിഡ് നമ്മൾ കൊടുക്കുമ്പോൾ ഗിവൺ പ്രഗ്നൻസി ഇൻക്രീസ് ദി വെയിറ്റ് ഓഫ് ബേബിയുടെ വെയിറ്റ് കൂടാനും സാധ്യതയുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് മിനറൽസ് എന്ന ഭാഗത്തിലേക്കാണുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. മിനറൽസ് എന്ന ഭാഗത്തുള്ള ക്വസ്റ്റ്യനിൽ നമ്മുടെ ബോഡി കണ്ടൻസ് എത്ര മിനറൽസ് ആണ് നമ്മുടെ ശരീരത്തിൽ ഉള്ളത്? 24 മിനറൽസ് ആണ്. ബോഡി കണ്ടൻസ് അബൌട്ട് 24 മിനറൽസ് ആണ് ഉള്ളത്. 24 മിനറൽസ് ആണ് ഉള്ളത്. നമ്മുടെ ശരീരത്തിൻ്റെ വെയിറ്റ് 4.6% ഓഫ് ബോഡി വെയിറ്റ് മേഡപ്പ് ഓഫ് മിനറൽസ് എലമെന്റ്സ്. മിനറൽസിൻ്റെ എലമെന്റ്സ് കൊണ്ട് 4.6% ആണ് നമ്മുടെ ബോഡി വെയിറ്റ് ഉള്ളത്. അപ്പം 24 മിനറൽസ് ആണ് നമ്മുടെ ശരീരത്തിൽ. ബോഡി കണ്ടെയ്ൻസ് അബൌട്ട് 24 മിനറൽസും അതേപോലെ തന്നെ 4.6% ഓഫ് ബോഡി വെയിറ്റ് മേഡപ്പ് ഓഫ് മിനറൽസ് ആൻഡ് എലമെന്റ്സ്. നമ്മുടെ ശരീരഭാരത്തിൻ്റെ 4.6% മെയിൻറ്റെയിൻ ചെയ്യുന്നതും അത് ഉണ്ടാക്കിയിരിക്കുന്നതെല്ലാം ഈ മിനറൽസും അതേപോലെ തന്നെ എലമെന്റ്സിൻ്റെ കണ്ടന്റ് കൊണ്ടാണ് നമ്മുടെ ശരീരത്തിലുള്ളത്. ഇനി നമ്മുടെ മിനറൽസ് നമ്മുടെ ശരീരത്തിൽ ചെയ്യുന്നത് നമ്മുടെ ആസിഡ് ബേസിനെ ബാലൻസ് ചെയ്യണം. മിനറൽസ് മെയിൻറ്റെയിൻസ് ആസിഡ് ബേസ് ബാലൻസ് ആണ്. ഓക്കെ, ഇനി ലാർജസ്റ്റ് സ്റ്റോർ ഓഫ് മിനറൽസ് ഇൻ ഡാഷ്. എന്ത് ഫോമിലാണ് മിനറൽസ് ഫോം ചെയ്തിരിക്കുന്നത്? ബോൺസ് ആൻഡ് പല്ലുകളും അതേപോലെ തന്നെ എല്ലുകളുമായിട്ടാണ് മിനറൽസ് നമ്മുടെ ശരീരത്തിലേക്ക് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, അത് കൃത്യമായിട്ട് ഓർത്ത് വെക്കണം. ലാർജസ്റ്റ് സ്റ്റോർ ഓഫ് മിനറൽസ് ഈസ് ഇൻ നമ്മുടെ പല്ലുകളിലും അതേപോലെ തന്നെ എല്ലുകളിലുമാണ് മിനറൽസ് സ്റ്റോർ ചെയ്യുന്നത്. ലാർജസ്റ്റ് സ്റ്റോറായിട്ട് മിനറൽസ് നമ്മുടെ ശരീരത്തിൻ്റെ എല്ലുകളിലും പല്ലുകളിലുമാണ്. നമ്മൾ നേരത്തെ വായിച്ച നമ്മുടെ ശരീരത്തിൻ്റെ വെയിറ്റിൻ്റെ 4.6%, 4.6% മിനറൽസ് കൊണ്ടാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടാക്കിയിരിക്കുന്നത്. അതേപോലെ തന്നെ അതിൽ വരുന്ന ഇനിയിപ്പോൾ 2%, അബൌട്ട് 2% ഓഫ് അവർ ബോഡി വെയിറ്റ് ഈസ് കാൽസ്യവും മിനറൽസും തമ്മിലാണ് നമ്മുടെ ശരീരത്തിൻ്റെ 2% ബോഡി വെയിറ്റ് ഉള്ളത്. അത് എവിടെയാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്? നേരത്തെ പറഞ്ഞ പോലെ തന്നെ പല്ലിലും അതേപോലെ തന്നെ എല്ലിലാണ്. ബോൺസ് ആൻഡ് ടീത്തിൽ തന്നെയാണ് ഈ കാൽസ്യവും മിനറൽസും നമ്മുടെ ശരീരത്തിൻ്റെ 2% ബോഡി വെയിറ്റ് ഉള്ളത്. ഇനി അതിൻ്റെ സോഴ്സിലേക്ക് പോകുമ്പോൾ കാൽസ്യത്തിൻ്റെ സോഴ്സിലേക്ക് പോകുമ്പോൾ ഏതൊക്കെയാണ്? ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്, മിൽക്ക് ആൻഡ് എഗ്, കോഴിമുട്ട അതേപോലെ തന്നെ പാല്, ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് പച്ചില ഇലകൾ, ഇതിൽ നിന്നാണ് നമുക്ക് കാൽസ്യം റിച്ച് ആയിട്ട് നമുക്ക് കിട്ടുന്നത്. ഗുഡ് സോഴ്സ് ഓഫ് കാൽസ്യം ആണ് ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്, മിൽക്ക് ആൻഡ് എഗ്. ഹെന്നിൻ്റെ എഗ്ഗിൽ നിന്നാണ് നമുക്ക് കാൽസ്യം സുലഭമായിട്ട് ലഭിക്കുന്നത്. ഇനി കാൽസ്യം അബ്സോർപ്ഷൻ ഹെൽപ്ഡ് ബൈ ഡാഷ് വിറ്റാമിൻ ഡി ആണ് കാൽസ്യം അബ്സോർപ്ഷന് സഹായകരമാവുന്നത്. അത് കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. കാൽസ്യം അബ്സോർപ്ഷന് സഹായമാവുന്നത് വിറ്റാമിൻ ഡി ആണ്. ഓക്കെ, ഇനി ഏത് മിനറലാണ് ഹെൽപ്പ് ചെയ്യുന്നത്? ഡാഷ് മിനറൽ ഹെൽപ്പ് ദി ഫോർമേഷൻ ഓഫ് മെയിൻ്റെനൻസ് ഓഫ് ബോൺ ആൻഡ് ടീത്ത്. കാൽസ്യം മിനറലാണ് നമ്മുടെ എല്ലിൻ്റെയും അതേപോലെ തന്നെ പല്ലിൻ്റെയും എല്ലാം ഫോർമേഷനും മെയിൻ്റെനൻസും എല്ലാം സഹായമാവുന്ന മിനറലാണ് കാൽസ്യം. ഓക്കെ, അപ്പോൾ ഈ കാൽസ്യം നമ്മൾ പറഞ്ഞ കാൽസ്യം മിനറൽ 2% ആയിട്ട് നമ്മുടെ എല്ലുകളിലും പല്ലുകളിലും നമ്മുടെ ശരീരത്തിലുണ്ട്. നമ്മുടെ ബോഡി വെയിറ്റിൽ ഓൾറെഡി 4.6% വരുന്നത് മിനറൽസ് തന്നെയാണ് ബോഡി വെയിറ്റ് ഉള്ളത്. അതിൽ 2% കാൽസ്യം ഈ എല്ലിൻ്റെയും പല്ലിൻ്റെയും രൂപത്തിൽ നമ്മുടെ ശരീരത്തിലുണ്ട്. ഇനി ഈ എല്ലിൻ്റെയും പല്ലിൻ്റെയും ഫോർമേഷനും അതേപോലെ തന്നെ അതിൻ്റെ മെയിൻ്റനൻസും സഹായിക്കുന്നതും കാൽസ്യം മിനറൽ തന്നെയാണ്. ഓക്കെ, ഇനി ഡെയിലി റിക്വയർമെൻറ്റ്സിലേക്ക് വരുമ്പോൾ 400 to 500 മില്ലിഗ്രാം ആണ് കാൽസ്യം റിക്വയർമെൻ്റ് ആയിട്ട് വരുന്നത്. ഇനി അത് ഇൻഫാൻസിലേക്ക് വരുമ്പോൾ 500 to 6 മില്ലിഗ്രാം ആണ് ഇൻഫാൻസിലേക്ക് വരുന്നത്. 1000 മില്ലിഗ്രാം ആണ് പ്രഗ്നൻസി ആൻഡ് ലാക്ടേറ്റിംഗിലേക്ക്
കാൽസ്യം റിക്വയർമെൻ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, ഇനി നമ്മുടെ ബോഡി, ഇനി അടുത്ത് വരുന്നത് അയൺസ്. അയണിൻ്റെ ക്വസ്റ്റ്യൻസിലേക്ക് വരുമ്പോൾ ബോഡി കണ്ടെയ്ൻസ് അബൌട്ട് ഡാഷ് ഗ്രാം ഓഫ് അയൺ. എത്ര ഗ്രാം അയൺ ആണ് നമ്മുടെ ശരീരത്തിൽ ഉള്ളത്? ഓക്കെ, 3.4 മില്ലിഗ്രാം 3.4 ഗ്രാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 0.007% ഓഫ് ബോഡി വെയിറ്റ്. നമ്മുടെ ശരീരത്തിൻ്റെ 0.004% ഓഫ് ബോഡി വെയിറ്റ് ആണ് അയൺ ഉള്ളത്. ബോഡി കണ്ടെയ്ൻ അബൌട്ട് 0.004% ഓഫ് ബോഡി വെയിറ്റ് ഓഫ് അയൺ ആണ് നമ്മുടെ ശരീരത്തിനകത്ത് ഉള്ളത്. ഓക്കെ, അപ്പോൾ അയണിൻ്റെ നമ്മുടെ എത്ര ശതമാനത്തോളാണ് നമ്മുടെ ശരീരത്തിലുള്ളത് നമ്മൾ പഠിച്ചു. 3 to 4 ഗ്രാം ആണ് ഉള്ളത്. അതിൻ്റെ നമ്മുടെ ബോഡി വെയ്റ്റിൻ്റെ 0.004% ബോഡി വെയ്റ്റ് ഉള്ളത് അയൺ ആണ്. ഓക്കെ, 75% ഓഫ് അയൺ ഇൻ ദി ബോഡി ഈസ് ഇൻ ഫ്ലൂയിഡ് ഡാഷ് ബ്ലഡ്. ഹീമോഗ്ലോബിനിലാണ് നമ്മുടെ 75% അയണും നമ്മുടെ ബോഡി ഫ്ലൂയിഡ്സ് ആയിട്ടുള്ള ബ്ലഡിലാണ്, ഹീമോഗ്ലോബിനിലാണ് അയൺ കണ്ടന്റുകൾ സ്റ്റോർ ചെയ്തിരിക്കുന്നത് ശരീരത്തിൽ. ഓക്കെ, ഈ അയൺ ലഭിക്കുന്ന സോഴ്സുകളാണ് ലിവർ, മീറ്റ്, ഫിഷ്, എഗ്. ഇതെല്ലാം അയൺ സോഴ്സ് ലഭിക്കുന്ന റിച്ച് സോഴ്സുകളാണ്. ലിവർ, അതുപോലെ തന്നെ മീറ്റ്, ഫിഷ്, എഗ് എല്ലാം അനിമൽ സോഴ്സാണ്. അനിമൽ സോഴ്സിൽ നിന്ന് ലഭിക്കുന്ന റിച്ച് ആയിട്ടുള്ള സോഴ്സുകളാണ് ലിവറും മീറ്റും ഫിഷും എഗ്ഗും എല്ലാം അയണിൻ്റെ റിച്ച് സോഴ്സുകളാണ്. ഇനി അതിന് 2 സോഴ്സ് ഉണ്ട്. പ്ലാന്റ് സോഴ്സിലേക്ക് വരുമ്പോൾ സെറൽസ്, പൾസസ്, ഗ്രീൻ ലീഫി വെജിറ്റബിൾസും അയണിൻ്റെ റിച്ച് സോഴ്സാണ്. അപ്പോൾ അനിമൽ സോഴ്സിലേക്ക് വരുമ്പോൾ ലിവർ ഉണ്ട്, മീറ്റ് ഉണ്ട്, ഫിഷ് ഉണ്ട്, എഗ്സ് ഉണ്ട്. പ്ലാന്റ് സോഴ്സിലേക്ക് വരുമ്പോൾ സെറൽസ്, പൾസ്, ഗ്രീൻ ലീഫി വെജിറ്റബിൾസും അയണിൻ്റെ റിച്ച് ആയിട്ടുള്ള സോഴ്സുകളാണ്. ഇനി അയൺ എന്തിനാണ് നമ്മുടെ ശരീരത്തിൽ സഹായകരമാകുന്നത്? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അയൺ ഹെൽപ്പ് ടു ട്രാൻസ്പോർട്ട് ഓഫ് ഓക്സിജൻ ട്രാൻസ്പോർട്ടേഷന് സഹായകമാകുന്നത് അയൺ ആണ്. നമ്മുടെ ശരീരത്തിലെ ഓക്സിജൻ്റെ ട്രാൻസ്പോർട്ടേഷന് സഹായമാകുന്നത് അയൺ ആണ്. അതിന് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, Fe എന്ന് കാണാം, ലെറ്ററിൽ Fe എന്ന് കാണാം. ആ Fe എന്ന് പറയുന്നത് അയണിൻ്റെ രാസനാമമാണ്. Fe എന്ന് കാണുന്നത് പല ക്വസ്റ്റ്യൻ പേപ്പറിലും കാണുന്നുണ്ട്. Fe എന്ന് കാണും, അത് അയണിൻ്റെ രാസനാമമാണ്. കെമിസ്ട്രിയിൽ നമുക്ക് പഠിക്കാനുള്ളതാണ്. Fe എന്ന് കാണും, അയണിൻ്റെ രാസനാമമാണ്. അയൺ നമ്മുടെ ശരീരത്തിൽ സഹായിക്കുന്നത് ഓക്സിജൻ ട്രാൻസ്പോർട്ടേഷന് സഹായിക്കുന്നത് അയൺ ആണ്. കൃത്യമായിട്ട് ഓർത്ത് വയ്ക്കുക, ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട്. പല ക്വസ്റ്റ്യൻ പേപ്പറിലും ഈ ഒരു ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് കൃത്യമായിട്ട് ഓർത്ത് വയ്ക്കുക. ഓക്സിജൻ ട്രാൻസ്പോർട്ടേഷന് സഹായമാകുന്നത് അയൺ ആണ്. അയൺ ഹെൽപ്പ് ടു ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഓക്സിജൻ. നമ്മുടെ ശരീരത്തിൽ ഓക്സിജൻ എത്തിക്കുന്നത് അയണിൻ്റെ സഹായത്തോടു കൂടിയിട്ടാണ് ശരീരത്തിൽ ഓക്സിജൻ ട്രാൻസ്പോർട്ടേഷൻ നടക്കുന്നത്. ഡെയിലി റിക്വയർമെൻറ്റ്സിലേക്ക് പോകുമ്പോൾ അഡൽട്ട് മെയിലിലേക്ക് വേണ്ടത് 20 മില്ലിഗ്രാമും ഫീമെയിലേക്ക് വരുന്നത് 30 മില്ലിഗ്രാമും പ്രഗ്നൻസിയിലേക്ക് വേണ്ടത് 40 മില്ലിഗ്രാമും അതേപോലെ തന്നെ ലാക്ടേറ്റിംഗ് വേണ്ടത് 30 മില്ലിഗ്രാം. ഇൻഫാൻസിലേക്ക് വരുന്നത് 1 മില്ലിഗ്രാം പെർ ബോഡി വെയ്റ്റ്. 1 കിലോഗ്രാമിന് 1 മില്ലിഗ്രാം വരുന്നത്. അതിൻ്റെ ടേബിൾ കൊടുത്തിട്ടുണ്ട്, അത് കൃത്യമായിട്ട് ഒന്ന് ഓർത്ത് വെച്ച് പോവുക. 1.3 ഇയേഴ്സ് 12 മില്ലിഗ്രാം, 4.68 18 മില്ലിഗ്രാം, 4.7 ഇയേഴ്സ് 26 മില്ലിഗ്രാം. 10 to 12 ബോയ്സിലേക്ക് വേണ്ടത് 79 മില്ലിഗ്രാം ആണ് വേണ്ടത്. 10 to 12 ഗേൾസിലേക്ക് വേണ്ടത് 34 മില്ലിഗ്രാം. 13 to 15 ബോയ്സിന് വേണ്ടത് 28 മില്ലിഗ്രാം. 13 to 15 ഗേൾസിലേക്ക് വേണ്ടത് ആവശ്യമുള്ളത് 41 മില്ലിഗ്രാം. അതേപോലെ തന്നെ 15 to 18 ഇയേഴ്സ് ബോയ്സിന് വേണ്ടത് 30 മില്ലിഗ്രാം ആണ്. 15 to 18 ഗേൾസിലേക്ക് വേണ്ടത് 50 മില്ലിഗ്രാം ആണ് അയൺ റിക്വയർമെൻ്റ് ആയിട്ട്, അയണിൻ്റെ റിക്വയർമെൻറ്റ്. ഓക്കെ, സോറി, ഈ ടേബിളിനകത്ത് ചെറിയൊരു കറക്ഷൻ ഉണ്ട്. അപ്പോൾ ഈ ടേബിൾ ഞാനത് വേറെ അപ്ഡേറ്റ് ചെയ്ത് തരാം. ഈ ടേബിളിൽ മൊത്തത്തിൽ ചെറിയൊരു കറക്ഷൻ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് ടേബിളിനകത്ത് നമുക്ക് അതിൻ്റെ കറക്റ്റായിട്ടുള്ള വാല്യൂസ് റെഡിയാക്കിയിട്ട് അടുത്ത് തന്നെ അറിയിച്ചു തരാം. ഇതിനകത്ത് വാല്യൂസ് മാറിയിട്ടുണ്ട്, അപ്ഡേഷൻ വന്നിട്ടുണ്ട്. ഓക്കെ, സോറി. അപ്പം നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഡെഫിഷ്യൻസി ഓഫ് അയൺ കോസസ്. നമ്മുടെ അയണിൻ്റെ ഡെഫിഷ്യൻസിയിൽ വരുന്ന അസുഖത്തിൻ്റെ പേരാണ് അനീമിയ. അനീമിയയാണ് അയൺ ഡെഫിഷ്യൻസി ആയിട്ടുള്ള അസുഖം വരുന്നത്. ഓക്കെ, അപ്പം അനീമിയ ബാധിക്കുന്നത് അയണിൻ്റെ അളവ് കുറയുമ്പോഴാണ് ശരീരത്തിൽ അനീമിയ എന്ന് പറഞ്ഞ അസുഖം ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, ബോഡി കണ്ടെയ്ൻ 50 മില്ലിഗ്രാം ഓഫ് അയഡിൻ. അയഡിൻ്റെ ക്വസ്റ്റ്യനിലേക്കാണ് വരുന്നത്. 50 മില്ലിഗ്രാം അയഡിൻ ആണ് നമ്മുടെ ശരീരത്തിലുള്ളത്. ബോഡി കണ്ടെയ്ൻ 50 മില്ലിഗ്രാം ഓഫ്. ഓക്കെ,
നമ്മുടെ ശരീരത്തിലുള്ളത് 50 മില്ലിഗ്രാമാണ് അയഡിൻ്റെ അളവ് നമ്മുടെ ശരീരത്തിനകത്ത് ഉള്ളത്. ഇനി നമുക്കറിയാം, നമുക്ക് ജനറലായിട്ട് നമുക്കറിയുന്ന ഒരു അസുഖമാണ് തൈറോയിഡ് അസുഖം അല്ലേ. ഈസ് യൂട്ടിലൈസ്ഡ് ദി സിന്തസിസ് ഓഫ് ഡാഷ് ഹോർമോൺ. തൈറോയിഡ് ഹോർമോണിനെ സിന്തസിസ് ചെയ്യുന്നത് അയഡിനാണ്. അപ്പോൾ അയഡിൻ്റെ പര്യാപ്തത മൂലം ഉണ്ടാകുന്ന അസുഖം നമുക്കറിയാം, അതിലേക്ക് വരുന്നുണ്ട്. ഡാഷ് ഹോർമോൺ ഈസ് റിക്വയർഡ് ടു ഗ്രോത്ത്, skeleton maturation, metabolism and brain development in childhood. ചൈൽഡ്ഹുഡിലെ നമ്മുടെ ഗ്രോത്ത്, സ്കെലറ്റൻ മെച്ചുറേഷൻ, നമ്മുടെ സ്കെലറ്റൽ സിസ്റ്റത്തിൻ്റെ മെച്ചുറേഷൻ, മെറ്റബോളിസം, ശരീരത്തിലുണ്ടാകുന്ന രാസപ്രവർത്തനങ്ങൾ അതിന് നിയന്ത്രിക്കുന്നത്, ബ്രെയിൻ ഡെവലപ്മെൻറ്റ്, തലച്ചോറിൻ്റെ ഡെവലപ്മെൻറ്റ്, ഇതെല്ലാം കുട്ടികളിൽ കുഞ്ഞാലത്തിൽ ഉണ്ടാകുന്ന അതിന് സഹായമാകുന്ന ഹോർമോണാണ് തൈറോയിഡ് ഹോർമോൺ. ഓക്കെ, അപ്പോൾ തൈറോയിഡ് ഹോർമോൺ എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മുടെ അയഡിൻ സിന്തസിസ് ചെയ്യുന്ന ഹോർമോണാണ്. അത് ദാറ്റ് ഈസ് യൂട്ടിലൈസ്ഡ് ഫോർ ദി സിന്തസിസ് ഓഫ് തൈറോയ്ഡ് ഹോർമോൺ. തൈറോയ്ഡ് ഹോർമോൺ അയഡിനാണ് തൈറോയ്ഡ് ഹോർമോൺ സിന്തസിസ് ചെയ്യുന്നത്. അപ്പോൾ തൈറോയ്ഡ് എന്ന് പറഞ്ഞ ഹോർമോൺ എന്തിനാണ് ഉപയോഗിക്കുന്നത്, നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്? അതിന് നമ്മുടെ ഗ്രോത്ത്, അതുപോലെ തന്നെ സ്കെലറ്റൻ്റെ മെച്ചുറേഷൻ, മെറ്റബോളിസം, ബ്രെയിൻ ഡെവലപ്മെൻറ്റ്, ചൈൽഡ്ഹുഡിൽ അതിനൊക്കെ സഹായിക്കുന്നതും ഈ തൈറോയ്ഡ് ഹോർമോണാണ്. ഇനി ഈ നമ്മൾ സാധാരണ എന്താണ് അസുഖം? തൈറോയ്ഡ് എന്ന് പറയുന്നത്. അതിൻ്റെ പറഞ്ഞാൽ ഗോയിറ്റർ ഈസ് എൻലാർജ്മെൻറ്റ് ഓഫ് തൈറോയിഡ് ഗ്ലാൻഡ്. തൈറോയിഡ് ഗ്ലാൻഡിൻ്റെ എൻലാർജ്മെൻറ്റിന് പറയുന്ന പേരാണ് ഗോയിറ്റർ എന്ന് പറഞ്ഞ അസുഖം. ഓക്കെ, നമുക്ക് സാധാരണയായിട്ട് നമ്മൾ അറിയുന്നതാണ്. ഇനി നമുക്ക് അയഡിൻ്റെ റിക്വയർമെൻറ്റ്സ് എത്രയാണ്? 0.1 മില്ലിഗ്രാമാണ് റിക്വയർമെൻറ്റ്സ് ആയിട്ട് മെനിൽ, പുരുഷന്മാർക്ക് വേണ്ടത്. അതേപോലെ തന്നെ അഡൾട്ടിൻ്റെ വാല്യൂ ഓക്കെ, അത് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഡെയിലി റിക്വയർമെൻറ്റ് അയഡിൻ ഫോർ അഡൾട്ട് മെന്നിൽ വരുന്നത് 150 മൈക്രോഗ്രാം ആണ് അഡൾട്ട് മെന്നിന് വേണ്ടത്. അതേപോലെ തന്നെ അഡൾട്ട് വുമൻസിൽ ആവശ്യമുള്ളത് 250 മൈക്രോഗ്രാംസ് ആണ്. ഇതിനകത്ത് ഇനി ലാക്ടേറ്റിംഗ് മദറിലേക്ക് പോകുമ്പോൾ, ലാക്ടേഷനിലേക്ക് പോകുമ്പോൾ അതിനകത്ത് 150 എന്നുള്ളത് 250 എന്നുള്ളത് 280 മൈക്രോഗ്രാംസ് ആണ് ലാക്ടേറ്റിംഗ് മദേഴ്സിലേക്ക് ആവശ്യമുള്ള അയഡിൻ കണ്ടന്റ് ഉള്ളത്. ഓക്കെ, അപ്പം അയഡിൻ ഫോർ അഡൾട്ട് മെന്നിലേക്ക് 150 മൈക്രോഗ്രാംസും വുമൻസിലേക്ക് 250 മൈക്രോഗ്രാംസും, ലാക്ടേഷനിലേക്ക് വരുമ്പോൾ അത് 280 മൈക്രോഗ്രാംസ് അയഡിൻ നമുക്ക് ഡെയിലി റിക്വയർമെൻറ്റ്സ് ആയിട്ട് ഉള്ളതാണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദി മിനിമം പ്രിസ്ക്രൈബ്ഡ് ലെവൽ ഓഫ് അയഡിൻ ദി സാൾട്ട് കൺസ്യൂമർ ലെവൽ എത്രയാണ്? 15 ppm ടു 30 ppm എന്ന് പറയുന്നത് മിനിമം പ്രിസ്ക്രൈബ്ഡ് ലെവൽ ഓഫ് അയൺ എന്ന് പറയുന്നത്. അയൺ നമുക്കിപ്പം അയഡൈസ്ഡ് സാൾട്ട് എന്നൊക്കെ കേട്ടിട്ടില്ലേ? നമ്മുടെ അയഡിൻ ഡെഫിഷ്യൻസി ഉള്ളത് കൊണ്ട് നമ്മുടെ ഉപ്പിനകത്ത് നമ്മൾ അയഡിൻ ചേർത്തിട്ട് PFA ആക്ട് പ്രകാരമൊക്കെ അതിൻ്റെ ഒരു കൃത്യമായിട്ടുള്ള അതിൻ്റെ ഗൈഡ് ലൈൻസ് ഒക്കെ ഉണ്ട്. അപ്പം അതെങ്ങനെയാണ് ചെയ്യുന്നത്? അക്കോർഡിംഗ് ടു ദി കണ്ടന്റ് ഓഫ് അയഡിൻ ഷുഡ് നോട്ട് ബി ലെസ് ദാൻ 30 ppm ആൻഡ് ദി അറ്റ് ദി പ്രൊഡക്ഷൻ. നമ്മൾ അത് പ്രൊഡക്ഷൻ ചെയ്യുമ്പോൾ, ഈ അയഡൈസേഷൻ ചെയ്യുന്നത് എന്തിനാണ്? അയഡിൻ എസെൻഷ്യലായിട്ട് വരുന്നുണ്ട്, അയഡിൻ ഡെഫിഷ്യൻസി വരുന്നുണ്ട്, ഈ ഗോയിറ്റർ എന്ന് പറഞ്ഞ അസുഖം വരുന്നുണ്ട്, തൈറോയ്ഡ് ഗ്ലാൻഡ് എൻലാർജ് ചെയ്തിട്ട് ഗോയിറ്റർ എന്ന് പറഞ്ഞ അസുഖം വരുന്നുണ്ട്. അപ്പം ഈ അയഡിൻ്റെ ഡെഫിഷ്യൻസി ആണ് ഈ ഗോയിറ്ററിന് കാരണം. അപ്പോൾ ഇങ്ങനെ ഈ ഗോയിറ്ററിന് കാരണമാകുമ്പോൾ നമ്മുടെ ശരീരത്തിലേക്ക് അഡീഷണൽ ആയിട്ടുള്ള അയഡിൻ്റെ അളവും അയഡിൻ്റെ ആവശ്യകത ഉണ്ട്. അപ്പോൾ അതിനു വേണ്ടി റിക്വയർമെൻറ്റ്സ് അതിൻ്റെ അപ്പുറം ഒക്കെ എന്ത് വേണം? അയഡൈസ്ഡ് സാൾട്ട് എന്ന രൂപത്തിലാണ് നമുക്ക് അയഡിൻ നമുക്ക് ഇതാക്കേണ്ടത്. അപ്പം ഈ അയഡിൻ്റെ സാൾട്ട് വെക്കുമ്പോൾ അതിൻ്റെ മിനിമം പ്രിസ്ക്രൈബ്ഡ് ലെവൽ ഓഫ് അയഡിൻ എത്രയാണ് വേണ്ടത്? ഈ സാൾട്ടിനകത്ത് അയഡിൻ്റെ ലെവലെന്ന് പറയുന്നത് അറ്റ് പ്രൊഡക്ഷൻ സൈറ്റ്, അത് അയഡൈസേഷൻ ചെയ്യുന്ന സമയത്ത് നോട്ട് ബി ലെസ് ദാൻ 30 ppm പാർട്സ് പെർ മില്യൺ. അറ്റ് ദി പ്രൊഡക്ഷൻ പ്രൊഡക്ഷൻ പോയിന്റ് എന്ന് 30 ppm വേണം. ആൻഡ് ഷുഡ് നോട്ട് ബി ലെസ് ദാൻ 15 ppm. അപ്പം ഈ 30 ppm എന്ന് പറയുന്നത് പ്രൊഡക്ഷൻ ടൈമിൽ അതുണ്ടായിരിക്കണം, ആ ലെവല് മീറ്റ് ചെയ്തിരിക്കണം. ഇനി അത് നമ്മുടെ ഈ കൺസ്യൂമർ ലെവലിലേക്ക് എത്തുമ്പോൾ അത് തീർച്ചയായിട്ടും അത് 15 ppm എങ്കിലും ഉണ്ടായിരിക്കണം. അപ്പോഴാണ് ഈ അയഡൈസ്ഡ് സാൾട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു കൺസെപ്റ്റ് പൂർണ്ണമാവുകയുള്ളൂ, നമുക്കതിൻ്റെ കൃത്യമായിട്ടുള്ള പ്രയോജനം ലഭിക്കുകയുള്ളൂ. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു.
ഒന്ന് കൃത്യമായിട്ട് ഓർത്ത് പോകേണ്ട കാര്യമാണ്. മിനിമം പ്രിസ്ക്രൈബ്ഡ് ലെവൽ ഓഫ് അയഡിൻ്റെ ലെവലാണ് ദി സാൾട്ട് അറ്റ് കൺസ്യൂമർ ലെവലിലേക്ക് പോകുമ്പോൾ പ്രൊഡക്ഷൻ ടൈമിൽ അത് 30 ppm ഉണ്ടായിരിക്കണം. അത് കൺസ്യൂമർ ലെവലിലേക്ക് എത്തുമ്പോൾ അത് 15 ppm ഉണ്ടായിരിക്കണം. അതാണ് 2 വാല്യൂ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് കൃത്യമായിട്ട് അത് പറയാൻ വേണ്ടിയിട്ടാണ് 2 വാല്യൂ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, about a dash percentage of iodine is met from food and a dash percentage is meet ആണ് met from water. എത്രയാണ്? ഫുഡിൽ നിന്ന് എത്ര പെർസെൻറ്റേജ് ആണ് നമുക്ക് ലഭിക്കുന്നത്? ഫുഡിൽ നിന്ന് എത്ര പെർസെൻറ്റേജ് ആണ് നമുക്ക് ലഭിക്കുന്നത്? അതുപോലെ തന്നെ വെള്ളത്തിൽ നിന്ന് എത്ര പെർസെൻറ്റേജ് ആണ് ലഭിക്കുന്നത്? ഫുഡിൽ നിന്ന് നമുക്ക് അയഡിൻ ലഭിക്കുന്നത് 90%, വെള്ളത്തിൽ നിന്ന് ലഭിക്കുന്നത് 10% അയഡിൻ നമുക്ക് ലഭ്യമാകുന്നത്. ഓക്കെ, അപ്പോൾ അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഫുഡിൽ നിന്ന് നമുക്ക് എത്ര 90% അയഡിൻ നമുക്ക് ലഭ്യമാവുന്നുണ്ട്. വെള്ളത്തിൽ നിന്ന് നമുക്ക് 10% അയഡിനാണ് നമുക്ക് ലഭിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തത് വരുന്നത് ഫ്ലൂറിനിലേക്കാണ് പോകുന്നത്. ഇപ്പോൾ മിനറൽസ് ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഫ്ലൂറിനിലേക്ക് പോകുമ്പോൾ എന്താണ്? ഫ്ലൂറിലേക്ക് പോകുമ്പോൾ മെയിൻ സോഴ്സ് ഓഫ് ഫ്ലൂറിൻ എവിടെ നിന്നാണ്? നമുക്ക് എന്തൊക്കെയാണ് സോഴ്സ്? ഫ്ലൂറിൻ്റെ സോഴ്സ് ഏതൊക്കെയാണ്? നമുക്ക് വാട്ടർ സോഴ്സും ഉണ്ട്, അതുപോലെ തന്നെ ഫുഡ് സോഴ്സും ഉണ്ട്. നമുക്ക് ഈ അയഡിൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ വാട്ടർ സോഴ്സ്, ഫുഡ് സോഴ്സ്. ഫ്ലൂറിനും അങ്ങനെ തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. വാട്ടർ സോഴ്സിൽ നിന്നും നമുക്ക് ലഭിക്കുന്നുണ്ട്, ഫുഡ് സോഴ്സിൽ നിന്നും നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇനി റെക്കമെൻഡഡ് ലെവൽ ഓഫ് ഫ്ലൂറിൻ ഇൻ വാട്ടർ ഓർത്ത് വെച്ചോളൂ, പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. റെക്കമെൻഡഡ് ലെവൽ ഓഫ് ഫ്ലൂറിൻ ഇൻ വാട്ടർ, ജലത്തിൽ റെക്കമെൻഡ് ആയിട്ടുള്ള അനുവദീയമായിട്ടുള്ള ഫ്ലൂറിൻ ലെവലാണ് 0.5 to 0.0 milligram per liter. 0.5 to 0.8 milligram per liter ആണ് റെക്കമെൻഡഡ് ലെവൽ ഓഫ് ഫ്ലൂറിൻ ഇൻ വാട്ടർ. വെള്ളത്തിലെ ഫ്ലൂറിൻ്റെ റെക്കമെൻഡഡ് ലെവൽ, അതിന് റെക്കമെൻഡഡ് ലെവൽ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അനുപാതികമായിട്ട് അതിൻ്റെ സുരക്ഷിതമായിട്ടുള്ള അളവ് അത് പറയുന്നത് 0.5 to 0.8 milligram per liter ഫ്ലൂറിനാണ് നമുക്ക് റെക്കമെൻഡഡ് ആയിട്ടുള്ളത് ഫ്ലൂറിൻ ലെവൽ ഓഫ് വാട്ടർ എന്ന് പറയുന്നത്. ഓക്കെ, ഡെഫിഷ്യൻസിയിലേക്ക് വരുമ്പോൾ ഫ്ലൂറിൻ ഡെഫിഷ്യൻസിയിലേക്ക് വരുമ്പോൾ എന്തൊക്കെ അസുഖങ്ങളാണ് ഫ്ലൂറിൻ്റെ അഭാവം മൂലം നമുക്ക് ഉണ്ടാവുന്നത്? ഫ്ലൂറിൻ്റെ ഡെഫിഷ്യൻസിയിലേക്ക് വരുമ്പോൾ ഡെൻ്റൽ കാരീസ് ഉണ്ടാവും. അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് റെക്കമെൻഡഡ് ലെവൽ നമ്മൾ നേരത്തെ നോക്കി 0.5 to റെക്കമെൻഡഡ് ലെവൽ എത്രയാണ്? 0.5 to 0.8 milligram per liter ആണ് റെക്കമെൻഡഡ് ആയിട്ടുള്ള ലെവൽ. അതെന്ന് പറഞ്ഞാൽ 0.5നും 8നും ഇടയിൽ നിൽക്കണം. അത് കുറയുമ്പോൾ റെക്കമെൻഡഡ് ലെവലിൽ നിന്ന് കുറയുമ്പോൾ 0.5 ബിലോ 0.5ലേക്ക് എത്തുമ്പോൾ ലിറ്ററിൽ ബിലോ 0.5ലേക്ക് എത്തുമ്പോൾ ഡെൻ്റൽ കാരീസ് ഉണ്ടാവും. ഫ്ലൂറിൻ്റെ ഡെഫിഷ്യൻസിയിൽ ഡെൻ്റൽ കാരീസ് ഉണ്ടാവും. ഇനി എക്സസ് ആകുമ്പോഴോ? എക്സസ് ഓഫ് ഫ്ലൂറിൻ വാട്ടർ കോസ്, ഇത് ഡെഫിഷ്യൻസി എന്ന് പറയുമ്പോൾ ഡെൻ്റൽ കാരീസ് ഉണ്ടാവും. എക്സസ് എന്ന് പറയുമ്പോൾ ഈ റേഞ്ചിൽ നിന്ന് ഈ 0.8 ആണ് എക്സസ് എന്ന് പറയുന്നത്. 0.8ൽ കൂടുതലാകുമ്പോൾ ഉണ്ടാവുന്ന അസുഖമാണ് ഇതേപോലെ തന്നെ എക്സസ് ആകുമ്പോൾ ഉണ്ടാവുന്ന ഡെൻ്റൽ ആൻഡ് സ്കെലിറ്റൽ ഫ്ലൂറോസിസം വരുന്നുണ്ട്. അപ്പം ഡെഫിഷ്യൻസിയിൽ വരുന്ന അസുഖം ഡെൻ്റൽ കാരീസും, എക്സസ് ഓഫ് ഫ്ലൂറിൻ ഇൻ വാട്ടർ എന്തൊക്കെ വരുന്നത്? ഡെൻ്റൽ ആൻഡ് സ്കെലറ്റൽ ഫ്ലൂറോസിസുമാണ് അതിൻ്റെ അസുഖങ്ങൾ വരുന്നത്. എക്സസ് ഓഫ് ഫ്ലൂറിൻ, വെള്ളത്തിൽ ഫ്ലൂറിൻ്റെ അളവ് കൂടുതൽ വരുന്നത്. ഇനി അടുത്തൊരു ടെക്നിക്കാണ്, ഒന്ന് ഓർത്ത് വെക്കണം. ഇത് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടെത്തുന്നത്. ഡാഷ് ടെക്നിക് ഇൻക്ലൂഡ് ദി അഡീഷൻ ഓഫ് ലൈം ആൻഡ് അബ്ലം ഇൻ വാട്ടർ. ലൈം ആൻഡ് ആൽബം ഇൻ വാട്ടർ. എന്താ നൽകോണ്ട ടെക്നിക്ക് എന്നാണ് അതിന് പറയുന്നത്. ആ ടെക്നിക്ക് നമുക്ക് അതിൻ്റെ പേരൊന്ന് ഓർത്ത് വെച്ചാൽ മതി. അത് ഈ ഫ്ലൂറിൻ്റെ അളവ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ടെക്നിക്കാണ്. അപ്പം ഈ നൽകോണ്ട ടെക്നിക്കാണ്. ആ ടെക്നിക്കിൽ പറയുന്നത് എന്താണ്? ഈ ടെക്നിക്ക് ഇൻക്ലൂഡ് ദി അഡീഷൻ ഓഫ് ലൈം ആൻഡ് ആൽബം. ലൈമും ആൽബവും അഡീഷണൽ ആയിട്ട് ചേർക്കുന്നതിന് പറയുന്നതാണ് നൽകോണ്ട ടെക്നിക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഫ്ലൂറിൻ്റെ നമുക്ക് ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കുന്നത് ഫ്ലൂറിൻ്റെ ഡെഫിഷ്യൻസി ഡിസീസും എക്സസ് ആയിട്ടുള്ള ഡിസീസുകളാണ് ഓർത്ത് വയ്ക്കേണ്ടത്. ഡെഫിഷ്യൻസി എന്ന് പറയുമ്പോൾ ഡെൻ്റൽ കേരീസും, എക്സസ് എന്ന് പറയുമ്പോൾ എക്സസിൽ വരുന്നത് ഡെൻ്റൽ ആൻഡ് സ്കെലറ്റൽ ഫ്ലൂറോസിസുമാണ് അസുഖങ്ങളായിട്ട് വരുന്നത്. ഓക്കെ, ഇനി
സിങ്കിലേക്ക് പോവാം. അടുത്ത മിനറലാണ് സിങ്ക്. സിങ്ക് എന്താണ് പറയുന്നത്? സിങ്ക് ഡെഫിഷ്യൻസി ഇൻ അഡോളസൻസിൽ സിങ്ക് ഡെഫിഷ്യൻസിയിലെ അസുഖത്തിന് എന്താണ് വരുന്നത്? ഗ്രോത്ത് റിട്ടാർഡേഷൻ ആൻഡ് സെക്ഷൽ ഇൻഫാറ്റിലിസമാണ് സിങ്ക് ഡെഫിഷ്യൻസി ആയിട്ട് അഡോളസൻസിൽ കാണപ്പെടുന്ന പ്രശ്നമായിട്ട് വരുന്നത്. ഗ്രോത്ത് റിട്ടാർഡേഷനും വളർച്ച മുരടിക്കലും അതുപോലെ തന്നെ സെക്ഷൽ ഇൻഫാറ്റിലേഷനുമാണ് സിങ്ക് ഡെഫിഷ്യൻസി ആയിട്ട് നമുക്ക് ഓർത്തു വെക്കാനുള്ളത്. എനർജി ഈസ് മെഷേർഡ് കാൾഡ് ജൂൾ. അതൊരു ജനറൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എനർജി മെഷർ ചെയ്യുന്ന അതിൻ്റെ യൂണിറ്റ് പറയുന്നത് ജൂൾ എന്ന യൂണിറ്റിലാണ് എനർജി മെഷർ ചെയ്യുന്നത്. ഓക്കെ, റീഡിങ്സ് ഒന്ന് ഓർത്ത് വെക്കുക. 1 ജൂൾ എന്ന് പറയുന്നത് 0.00024 കലോറീസിന് സമമാണ് ഒരു ജൂൾ എന്ന് പറയുന്നത്. എ മാൻ വിത്ത് 55 കിലോഗ്രാം ഡൂയിങ് മോഡറേറ്റ് വർക്ക് റിക്വയർഡ് ഡാഷ് കിലോ കലോറി ഓഫ് എനർജി. എന്താണ് ചോദ്യം പറയുന്നത്? മോഡറേറ്റ് ആയിട്ട് ഡൂയിങ് മോഡറേറ്റ് വർക്ക് റിക്വയർസ്. മോഡറേറ്റ് ഹാർഡ് അല്ല, എന്നാൽ സിമ്പിൾ അല്ല, മോഡറേറ്റ് ആയിട്ട് ജോലി ചെയ്യുന്ന ഒരു വ്യക്തിക്ക് 55 കിലോഗ്രാം ഭാരമുള്ള ഒരു വ്യക്തിക്ക് എത്ര കലോറി ഓഫ് എനർജിയാണ് ആവശ്യമുള്ളത്? 2800 കലോറി, 2800 കിലോ കലോറി ഊർജം ആവശ്യമാണ്. പിന്നെ അതേപോലെ തന്നെ എ വുമൺ വിത്ത് 45 കിലോഗ്രാം ഡൂയിങ് മോഡറേറ്റ് വർക്ക് റിക്വയർഡ്സ് എത്ര കലോറിയാണ് വേണ്ടത്? 2200 കിലോ കലോറി ഊർജമാണ് ആവശ്യമുള്ളത്. ഓക്കെ, അപ്പോൾ എനർജിയുടെ സിമ്പിളായിട്ട് 2-3 കാര്യങ്ങൾ തന്നെയാണ് എനർജിയുടെ പഠിക്കാനുള്ളൂ. എനർജി മെഷർ ചെയ്യുന്നത് ജൂളിലാണ്. ഇതൊന്നും ക്വസ്റ്റ്യൻ കണ്ടിട്ടില്ല, എന്നാലും ഇതിൻ്റെ കൂടെ ഒന്ന് പറഞ്ഞു പോയെന്ന് തന്നെയുള്ളൂ. നമുക്ക് ഇവിടെ പോർഷനിൽ വരുന്ന ചെറിയൊരു ഭാഗമാണ്. ഓക്കെ, ഇനി നമുക്ക് ബാലൻസ്ഡ് ഡയറ്റിലേക്ക് പോവാം. ഓക്കെ, എന്താണ് ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയുമ്പോൾ? എന്താണ് ഇതിന് പറയുമ്പോൾ? A diet which contain all the nutrients in correct proportion and in quantities adequate for current requirements as well as for the needs of any future emergency. നമുക്ക് നമ്മുടെ ശരീരത്തിൻ്റെ നില അല്ലെങ്കിൽ ശരീരത്തിൻ്റെ നമുക്ക് കൃത്യമായിട്ട് നമ്മുടെ ശരീര പ്രവർത്തനങ്ങളും കായികമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള പ്രവർത്തനങ്ങളും കൃത്യമായിട്ട് സുഗമമായിട്ട് നടക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഊർജം ആവശ്യമാണ്. ആ ഊർജം ലഭ്യമാവുന്നതിനുള്ള കൃത്യമായിട്ടുള്ള അളവുകളുള്ള ഭക്ഷണം തന്നെ, ആ ഭക്ഷണക്രമം, അതിനെ തന്നെയാണ് നമ്മൾ ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബാലൻസ്ഡ് ഡയറ്റിൽ അതിനകത്ത് 2-3 തരത്തിലുള്ള ക്വസ്റ്റ്യൻസുകൾ കണ്ടിട്ടുണ്ട്. ബാലൻസ്ഡ് ഡയറ്റ് എങ്ങനെയൊക്കെയാണ് ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് ആവശ്യമുള്ളത്, എത്ര പെർസെൻറ്റേജ് ആണ് ആവശ്യമുള്ളത് അതൊക്കെ അങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുള്ളത്. അതിനകത്ത് ചേർത്തിട്ടില്ല. ഞാനിപ്പോൾ ചേർത്ത് തരാം എന്തൊക്കെയാണ് ബാലൻസ്ഡ് ഡയറ്റിൽ എന്തൊക്കെയാണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ ബാലൻസ്ഡ് ഡയറ്റ് എന്താണെന്ന് പഠിച്ചു. എന്താണ് ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറഞ്ഞാൽ? ഡയറ്റ് വിച്ച് കണ്ടെയ്ൻ ആൾ ദി ന്യൂട്രിയൻസ് കറക്റ്റ് പ്രൊപ്പോർഷൻ, എല്ലാ ന്യൂട്രിയൻസിൻ്റെയും കറക്റ്റ് പ്രൊപ്പോർഷനിലും, അതേപോലെ തന്നെ ഇൻ ക്വാണ്ടിറ്റീസ് അഡിക്വേറ്റ് ഫോർ കറണ്ട് റിക്വയർമെൻറ്റ്സ് ആസ് വെൽ ആസ് ഫോർ ദി നീഡ്സ് ഓഫ് എനി ഫ്യൂച്ചർ എമർജൻസീസ്. നമുക്ക് ഏറ്റവും പ്രധാനമായിട്ടുള്ള ന്യൂട്രിയൻസും അതുപോലെ തന്നെ കറക്റ്റ് പ്രൊപ്പോർഷനിലും അളവിലും നമുക്ക് ഫ്യൂച്ചറായിട്ടുള്ള എന്തെങ്കിലും എമർജൻസി വരുന്നുണ്ടെങ്കിൽ അതിനെയും തരണം ചെയ്യുന്ന രീതിയിലുള്ള ഭക്ഷണക്രമത്തെയാണ് നമ്മൾ ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ബാലൻസ്ഡ് ഡയറ്റ് എന്താണെന്ന് പഠിച്ചു. ഇനി അടുത്തത് വരുന്നത് മാൽ ന്യൂട്രീഷനാണ്. എന്താണ് മാൽ ന്യൂട്രീഷൻ എന്ന് പറഞ്ഞാൽ? ന്യൂട്രീഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പോഷകമാണ്. മാൽ ന്യൂട്രീഷൻ എന്ന് പറഞ്ഞാൽ, മാൽ എന്ന് പറയുമ്പോൾ കുറവ്, പോഷകക്കുറവിനെയാണ് മാൽ ന്യൂട്രീഷൻ എന്ന് പറയുന്നത്. എ പാത്തോളജിക്കൽ സ്റ്റേറ്റ് റിസൾട്ടിങ് ഫ്രം റിലേറ്റീവ് ഓർ absolute deficiency of a relative or absolute deficiency or excess of one or more essential nutrients. ഒന്നോ അതിലധികമോ എസെൻഷ്യൽ ആയിട്ടുള്ള ന്യൂട്രിയൻസിന്റെ അഭാവം മൂലം നമുക്കുണ്ടാവുന്ന ഒരു അസുഖാവസ്ഥ, ഒരു രോഗാവസ്ഥ, അല്ലെങ്കിൽ നമുക്ക് ഉണ്ടാവുന്ന ഒരു ക്ഷീണമോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു അവസ്ഥയെ പറയുന്നതാണ് മാൽ ന്യൂട്രീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതൊന്ന് കൃത്യമായിട്ടൊന്ന് ഓർത്ത് വെക്കണം. പാത്തോളജിക്കൽ സ്റ്റേറ്റ് ആണ്. പാത്തോളജിക്കൽ സ്റ്റേറ്റ് എന്തുകൊണ്ട്? റിസൾട്ടിങ് ഫ്രം റിലേറ്റീവ് ഓർ അബ്സൊല്യൂട്ട് ഡെഫിഷ്യൻസി, ചെറിയ തോതിലോ അല്ലെങ്കിൽ പൂർണ്ണമായിട്ടുള്ള കുറവ് നിമിത്തം, അല്ലെങ്കിൽ കൂടുതൽ എക്സസ് ഓഫ് വൺ ഓർ മോർ എസെൻഷ്യൽ ന്യൂട്രിയൻസ്, അങ്ങനെ ഉണ്ടാവുന്ന ഒരു പാത്തോളജിക്കൽ
ആ സ്റ്റേറ്റിനെ പറയുന്നതാണ് മാൽന്യൂട്രീഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് കൃത്യമായിട്ടൊന്ന് ഓർത്ത് വെക്കണം. ബാലൻസ്ഡ് ഡയറ്റും അതുപോലെ തന്നെ മാൽന്യൂട്രീഷനും ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇനി അടുത്തത് supplementation of food along with the breast milk for infants around 4 to 5 months of age is known as weaning എന്നാണ് പറയുന്നത്. 4 to 5 മാസം പ്രായമായ കുഞ്ഞുങ്ങൾക്ക് ബ്രസ്റ്റ് മിൽക്കിന്റെ കൂടെയുള്ള സപ്ലിമെന്റ് ഫുഡ് കൊടുക്കുന്നതിന് പറയുന്ന പേരാണ് വീനിങ് എന്ന് പറയുന്നത്. അപ്പോൾ വീനിങ് പീരീഡ് എന്ന് പറയുമ്പോൾ 4 to 5 months of babies, infants. ബ്രസ്റ്റ് സപ്ലിമെന്റേഷൻ ഫുഡ് അലോങ് വിത്ത് ബ്രസ്റ്റ് മിൽക്കിന്റെ കൂടെ തന്നെയാണ് കൊടുക്കുന്നത്. അല്ലാതെ ബ്രസ്റ്റ് മിൽക്ക് സ്റ്റോപ്പ് ചെയ്തിട്ട് ഒരിക്കലും കുട്ടികൾക്ക് ഇതേപോലെ വീനിങ് മാത്രമായിട്ട് ചെയ്യാൻ പാടില്ല. ബ്രസ്റ്റ് മിൽക്കിന്റെ കൂടെ തന്നെയാണ് കൊടുക്കേണ്ടത്. ഇനി PEMന്റെ ഡെഫിഷ്യൻ പ്രോട്ടീൻ എനർജി മാൽന്യൂട്രീഷൻ ക്യാൻ ബി ക്ലാസിഫൈഡ് ആസ് പ്രോട്ടീൻ എനർജി മാൽന്യൂട്രീഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലേ, പ്രോട്ടീനും എനർജി കുറയുമ്പോഴുണ്ടാവുന്ന അസുഖമാണ്. മരാസ്മസും അതേപോലെ തന്നെ കോശയോർക്കറുമാണ് പ്രോട്ടീൻ എനർജി മാൽന്യൂട്രീഷനിലുള്ള അസുഖങ്ങൾ വരുന്നത്. അപ്പോൾ 2 അസുഖങ്ങളാണ് പ്രോട്ടീൻ എനർജി മാൽന്യൂട്രീഷനിൽ ഉണ്ടാവുന്നത്. മരാസ്മസും അതേപോലെ തന്നെ കോശയോർക്കറുമാണ് ഉണ്ടാവുന്നത്. അപ്പോൾ 2 അസുഖങ്ങളാണ് നമുക്ക് പ്രോട്ടീൻ എനർജി മാൽന്യൂട്രീഷൻ്റെ ഭാഗമായിട്ട് ഉണ്ടാവുന്നത്. ഇനി അടുത്ത ഒരു ശാസ്ത്രശാഖയെ കുറിച്ചിട്ടാണ് പറയുന്നത്. ആന്ത്രോപ്പമെട്രി ഈസ് മെഷർമെന്റ് ഓഫ്. എന്താണ് മെഷർമെന്റ് ചെയ്യുന്നത്? ആന്ത്രോപ്പമെട്രി എന്ന് പറയുമ്പോൾ അത് മെഷർ ചെയ്യുന്നത് ഹൈറ്റ്, അതേപോലെ തന്നെ ഹൈറ്റ്, വെയിറ്റ്, ഹെഡ്, ചെസ്റ്റ്, മിഡ് അപ്പർ ആം സർക്കംഫറൻസ് ആൻഡ് സ്കിൻ ഫോൾഡ് തിക്നെസ്. ഇതെല്ലാം മെഷർ ചെയ്യുന്നതിന് മൊത്തത്തിൽ പറയുന്ന പേരാണ് ആന്ത്രോപ്പമെട്രി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ലോ ഹൈറ്റ് ഫോർ ഏജ് ഇസ് നോൺ ആസ് അപ്പോൾ പ്രായത്തിനനുസരിച്ച് ഹൈറ്റ് ഇല്ലാത്ത അവസ്ഥ ന്യൂട്രീഷണൽ സ്റ്റണ്ണിങ് എന്ന് പറയും. ഇനി ലോ വെയിറ്റ് ഫോർ ഏജ് ഇസ് നോൺ ആസ് പ്രായത്തിനനുസരിച്ച് ഭാരമില്ലെങ്കിൽ, വെയിറ്റ് ഇല്ലെങ്കിൽ അതിന് പറയുന്ന പേരാണ് ന്യൂട്രീഷണൽ വാസ്റ്റിംഗ് എന്ന് പറയും. പേരുകൾ ഓർത്ത് വെക്കണം. ന്യൂട്രീഷണൽ സ്റ്റണ്ണിങ് എന്ന് പറയുമ്പോൾ ലോ ഹൈറ്റ് ഫോർ ഏജിന് പ്രായത്തിനനുസരിച്ച് ഹൈറ്റ് ഇല്ലായ അവസ്ഥ ന്യൂട്രീഷണൽ സ്റ്റണ്ണിങ് എന്ന് പറയും. അതേപോലെ തന്നെ പ്രായത്തിനനുസരിച്ച് വെയിറ്റ് കുറഞ്ഞു വരുമ്പോൾ അതിനെ ന്യൂട്രീഷണൽ വാസ്റ്റിംഗ് എന്ന് പറയും. ഇനി ഹെഡ് സർക്കംഫറൻസ് അറ്റ് ബർത്ത് ഈസ് അബൌട്ട് ചെസ്റ്റ് സർക്കംഫറൻസ്. അത് എത്ര പറയുന്നത്? ഹെഡിന്റെയും ചെസ്റ്റിന്റെയും സർക്കംഫറൻസ് ആണ് പറയുന്നത്. അത് എത്രയാണ് വരുന്നത്? 34 സെന്റിമീറ്റർ, അതുപോലെ തന്നെ 32 സെന്റിമീറ്റർ ആണ് വരുന്നത്. ഇനി ഹെഡ് ആൻഡ് ചെസ്റ്റ് സർക്കംഫറൻസ് ബിക്കംസ് ഈക്വൽ. ഏത് പ്രായത്തിലാണ് അത് ഈക്വൽ ആയിട്ട് വരുന്നത്? അത് 7 to 9 months, 7 മുതൽ 9 മാസത്തിനുള്ളിലാണ് ഈ സർക്കംഫറൻസ് ഈക്വൽ ആയിട്ട് വരുന്നത്. ഓക്കെ, ഇനി ചെസ്റ്റ് സർക്കംഫറൻസിലേക്ക് വരുമ്പോൾ ബിക്കം മോർ ദാൻ ഹെഡ് സർക്കംഫറൻസ് വൺസ് ഇൻ ഡാഷ് ഏജ് ഫോർ നോർമൽ ചൈൽഡ്. 1.5 വയസ്സ് പറഞ്ഞാൽ 6 മാസത്തിലാണ് അത് ചെസ്റ്റ് സർക്കംഫറൻസ് ബിക്കംസ് മോർ ദാൻ ഹെഡ് സർക്കംഫറൻസ്. ചെസ്റ്റ് സർക്കംഫറൻസ് നമ്മുടെ ഹെഡ് സർക്കംഫറൻസിനേക്കാളും കൂടുതലായിട്ട് വരുന്നത് 6 മാസം പ്രായമുള്ളപ്പോഴാണ്. ഓക്കെ, ഇനി മിൽക്കിലേക്ക് വരുമ്പോൾ ഡാഷ് ഈസ് പ്യൂർ ഇൻ മിൽക്ക്. മിൽക്കിൽ എന്താണ് റിച്ച് ആയിട്ടുള്ളത്? പ്യൂർ ആയിട്ടുള്ളത് അയൺ ആൻഡ് വിറ്റാമിൻ സി ആണ് മിൽക്കിൽ പൂർ ആയിട്ടുള്ളത്. അയണും വിറ്റാമിനും മിൽക്കിനകത്ത് വളരെ കുറവാണ് ഉണ്ടാവുക. ഹ്യൂമൻ മിൽക്ക് കണ്ടെയ്ൻ ലെസ് പ്രോട്ടീൻ ദാൻ കൗ മിൽക്സ്. ട്രൂ ഓർ ഫാൾസ്? പ്രോട്ടീൻ്റെ അളവാണ് ഹ്യൂമൻ മിൽക്ക് കണ്ടെയ്ൻ ലെസ് പ്രോട്ടീൻ ദാൻ കൗ മിൽക്ക്. പശു പാലിനേക്കാളും കുറവാണ് പ്രോട്ടീൻ അളവാണ് ഉള്ളത് ഹ്യൂമൻ മിൽക്കിൽ ഉള്ളത്. Ergotism is called due to the field fungus. അതൊരു അസുഖാവസ്ഥയാണ് എർഗോട്ടിസം എന്ന് പറയുന്നത്. എന്താണ് അതിന് കോസ് ചെയ്യുന്നത്? ക്ലാവിസെപ്സ് ഫൻസിഫോമിസ് എന്ന് പറഞ്ഞിട്ടുള്ള ഫംഗസ് ആണ് എർഗോട്ടിസം എന്ന് പറഞ്ഞ അസുഖത്തിന് കാരണമാകുന്നത്. അപ്പോൾ ഫംഗസിന്റെ പേരൊന്ന് ഓർത്ത് വെക്കണം. എർഗോട്ടിസത്തിന് കാരണമാകുന്ന ഫംഗസ് ആണ് ഡ്യൂ ടു ദി ഫീൽഡ് ഫംഗസ്. ഏതാണ് ഫംഗസ്? ക്ലാവിസെപ്സ് ഫൻസിഫോമിസ് എന്ന് പറഞ്ഞ ഫംഗസ് ആണ് എർഗോട്ടിസം എന്ന അസുഖത്തിന് കാരണമാകുന്നത്.
ഇനി അടുത്ത ചോദ്യം, എ പ്ലേസ് where the animals are killed and removal of meat. അനിമൽസിനെ കൊന്ന് അതിന്റെ മാംസം വേർതിരിക്കുന്ന സ്ഥലത്തിന് പറയുന്ന പേരാണ് സ്ലോട്ടർ ഹൗസുകൾ. സ്ലോട്ടർ ഹൗസുകളാണ് പറയുന്നത്. ഓക്കെ. അടുത്ത ചോദ്യം, ആന്ത്രാക്സ്, ട്യൂബർകുലോസിസ്, ബ്രൂസിലോസിസ് ആർ ഡിസീസ് ട്രാൻസ്മിറ്റഡ് ത്രൂ. ഏത് വഴിയാണ്? മീറ്റ് വഴി പകരുന്ന അസുഖങ്ങളാണ് ആന്ത്രാക്സ്, ട്യൂബർകുലോസിസ്, ബ്രൂസിലോസിസ്. ഇതെല്ലാം മീറ്റ് വഴിയും ഈ അസുഖങ്ങൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുമ്പോൾ, ഫോർ ഓവർനൈറ്റ് സ്റ്റോറേജ് ഓഫ് മീറ്റ് ടെമ്പറേച്ചർ ഓഫ് റൂം ഷുഡ് ബി ലെസ് ദാൻ 50 ഡിഗ്രി സെന്റിഗ്രേഡ്. സ്റ്റോറേജിന്റെ മീറ്റ് സ്റ്റോറേജിന് ഓവർനൈറ്റ് സ്റ്റോറേജ് ആണ് മീറ്റ് സ്റ്റോറേജ് ചെയ്യുമ്പോൾ റൂം ടെമ്പറേച്ചർ ഷുഡ് ബി ലെസ് ദാൻ 50 സെന്റിഗ്രേഡ്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. Aflatoxicosis is caused due to spelling mistake ഉണ്ട്, due to the injection of toxin from fungus. ഫംഗസിലെ എന്ത് ടോക്സിനുകളാണ് ഈ അസുഖത്തിന് കാരണമാകുന്നത്? ആസ്പെർഗില്ലസ് ഫ്ലേവസ് ആൻഡ് ആസ്പെർഗില്ലസ് പാരസൈറ്റിസിസ് ആണ് ഈ ഇത്തരത്തിലുള്ള ഈ ടോക്സിനുകളുടെ പേരാണ് ഈ അഫ്ലോടോക്സിക്കോസിന് കാരണമാകുന്നത്. ഓക്കെ. ഇനി ഹ്യൂമൻ മിൽക്കിലേക്ക് പോകുമ്പോൾ, ഹ്യൂമനൈസ്ഡ് മിൽക്ക് കണ്ടെയ്ൻ ഹാഫ് ലിറ്റർ വാട്ടർ. ഹ്യൂമനൈസ്ഡ് മിൽക്ക് ഹാഫ് ലിറ്റർ വാട്ടർ, 15 gram ക്രീം ആൻഡ് 15 gram ലാക്ടോസ്. അത് ശരിയാണോ തെറ്റാണോ? ഹ്യൂമനൈസ്ഡ് മിൽക്കിലാണ്, മനുഷ്യനിർമ്മിതമായിട്ടുള്ള പാലിൽ ഉണ്ടാവുന്ന കണ്ടന്റുകളാണ് ക്രീമും അതുപോലെ തന്നെ ലാക്ടോസും ഉണ്ടായിരിക്കും. ഇനി the disease due to the consumption of oil contained with Argemon mexicana. അതിന് പറയുന്നത് എൻഡമിക് ഡ്രോപ്സി ആണ്. അസുഖത്തിന്റെ പേര് പറയുന്നത് എൻഡമിക് ഡ്രോപ്സി ആണെന്ന് പറയുന്നത്. That's present in Argemon oil caused epidemic growth. അതിന് എന്താണ് പ്രസന്റ്? That's present in Argemon oil. അതിന് പ്രസന്റ് ആയിരിക്കുന്ന പറയുന്നതാണ് സാങ്ക്വിനാരി എന്നാണ് അതിന് പ്രസന്റ് ആയിരിക്കുന്ന ഈ ഓയിൽ പ്രസന്റ് ആയിരിക്കുന്നത്. ഓക്കെ. ഇനി കേസരി ദാലിൽ കാണപ്പെടുന്ന ടോക്സിൻ പ്രൊഡ്യൂസ്ഡ് ഓഫ് കേസരി ദാൽ ലാദറിസ് സറ്റവേസ് എന്ന് പറയുന്നു. അതിന്റെ പേരാണ് ബീറ്റ ഓക്സലൈമിനോ അലൈനൈൻ. BOAA എന്നാണ് അതിന്റെ ഷോർട്ട് ഫോം എന്ന് പറയുന്നത്. പേരുകൾ ഓർത്തു വെക്കുക, അത് പ്രൊനൗൺസ് ചെയ്യാൻ കുറച്ച് പ്രയാസമൊക്കെ വരും. അപ്പോൾ കൃത്യമായിട്ട് അത് വായിച്ച് പഠിച്ചു വെക്കുക. എൻഡമിക് അസൈറ്റീസ് ഈസ് കോസ്ഡ് ഡ്യൂ ടു ദി കൺസംപ്ഷൻ ഓഫ് ഡാറ്റ് സെറൽ. പീനിയം മില്ലർ കൺസംപ്ഷനിലാണ് ഈ എൻഡമിക് അസൈറ്റീസ് എന്ന് പറഞ്ഞിട്ടുള്ള അസുഖം ഉണ്ടാവുന്നത്. ഓക്കെ. അടുത്ത ചോദ്യം, നോൺ ന്യൂട്രീഷണൽ സബ്സ്റ്റൻസ് വിച്ച് ആർ ആഡഡ് intentionally to food in small amount to improve its appearance, flavor and texture is known as food additives. എന്താണ് അതിന്റെ അർത്ഥം? ഫുഡ് അഡിക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നോൺ ന്യൂട്രീഷണൽ സബ്സ്റ്റൻസ്, അത് ഒരു ന്യൂട്രീഷണൽ ഇപ്പോൾ നമ്മുടെ ഫുഡിന്റെ കൂടെ ഒരു പ്രയോജനമില്ലാത്ത കാര്യങ്ങൾ അതിനകത്തേക്ക് ആഡ് ചെയ്യാണ്. വിച്ച് ആർ ആഡഡ് intentionally to food in small amount to improve its appearance, flavor, texture അതിൻ്റെ അപ്പിയറൻസ്, അതിനെ കാണാൻ കുറച്ചുകൂടി ഭംഗിയാക്കാനും അതിൻ്റെ ടെക്സ്ചറും അതുപോലെ തന്നെ ഫ്ലേവറൊക്കെ രുചി കൂട്ടാനൊക്കെ ചേർക്കുന്ന പദാർത്ഥങ്ങളെയാണ് നമ്മൾ ഫുഡ് അഡിക്റ്റീവ്സ് എന്ന് പറയുന്നത്. പ്രിവെൻഷൻ ഓഫ് ഫുഡ് ആൾട്രേഷൻ ആക്ട് PFA ആക്ട് വാസ് പാസ്ഡ് ഇൻ ദി ഇയർ 1954. അത് അമെൻഡ് ചെയ്തിട്ടുണ്ട്. 1964 അത് ഫസ്റ്റ് അമെൻഡ്മെന്റ് വന്നിട്ടുണ്ട്. 76 അടുത്ത അമെൻഡ്മെന്റ് വന്നിട്ടുണ്ട്. തേർഡ് അമെൻഡ്മെന്റ് വന്നിരിക്കുന്നത് 1986 തേർഡ് അമെൻഡ്മെന്റ് വന്നിരിക്കുന്നത്. അപ്പം ഇത് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് 1954 PFA ആക്ട്, പ്രിവെൻഷൻ ഓഫ് ഫുഡ് അഡൾട്ടറേഷൻ ആക്ട് നിലവിൽ വന്നിരിക്കുന്നത് 1954. അതിന്റെ തേർഡ് അമെൻഡ്മെന്റ് വന്നിരിക്കുന്നത് 1986 തേർഡ് അമെൻഡ്മെന്റ് വന്നിരിക്കുന്നത്. ഇനി ഇന്റർനാഷണൽ ഫുഡ് സ്റ്റാൻഡേർഡ്. ഈ ക്വസ്റ്റ്യൻ ഒന്ന് നമുക്ക് എക്സാമിന് പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇന്റർനാഷണൽ ഫുഡ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്
കോണ്ടെക്സ്റ്റ് അലിമെന്റേറിയസ് ആണ് അതിന് ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. ഓക്കെ, കൃത്യമായിട്ടൊന്ന് ഓർത്ത് വെച്ച് മനസ്സിലാക്കി പോണേ. ISI മീൻസ് എന്ന് പറയുമ്പോൾ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത്. ISI മാർക്ക് എന്നൊക്കെ കേട്ടിട്ടില്ല, അതാണ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഇനി മിൽക്കിന്റെ ഗ്രാവിറ്റി എന്ന് പറയുമ്പോൾ 1280 to 1030 ആണ് മിൽക്കിന്റെ ഗ്രാവിറ്റി വരുന്നത്. ഇനി നമുക്ക് ഫുഡ് ഫോർട്ടിഫിക്കേഷനിലേക്ക് വരുമ്പോൾ, ഫുഡിലെ ഫോർട്ടിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ അഡീഷൻ ഓഫ് ന്യൂട്രിയൻസ് ഇൻ ദി തെറാപ്യൂട്ടിക് ഡോസസ്. Additional nutrients in the therapeutic doses to increase the nutritive value of food is known as, അതാണ് ഫുഡ് ഫോർട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. നമ്മൾ അയോഡൈസേഷൻ, സാൾട്ട് അയോഡൈസ് ചെയ്യുന്ന കാര്യം നമ്മൾ നേരത്തെ പഠിച്ചു. എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? അയഡിൻ്റെ അഭാവം ഉണ്ടാകുമ്പോൾ അതിനെ ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് സാൾട്ടിൽ നമ്മൾ അയഡിൻ ചേർക്കും. അത് ഫുഡ് ഫോർട്ടിഫിക്കേഷൻ, അതിന് പറയുന്നതാണ് ഫുഡ് ഫോർട്ടിഫിക്കേഷൻ വരുന്നത്. അഡീഷൻ ഓഫ് ന്യൂട്രിയൻസ് ആണ് ആഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ കാര്യം ഒന്ന് ഓർത്ത് വയ്ക്കുക. ഇനി അഡീഷൻ ഓഫ് ന്യൂട്രിയൻസ് ടു എ ഫുഡ് മെനു ടു ഇൻക്രീസ് ദി ന്യൂട്രിറ്റീവ് വാല്യൂ, അതിന് പറയുന്നത് ഫുഡ് എൻഹെറിൻസ് എന്നാണ് പറയുന്നത്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഇഫ് വാട്ടർ ആഡഡ് ടു മിൽക്ക്, എന്താ പറയുന്നത്? ഗ്രാവിറ്റി ഓഫ് മിൽക്ക് കുറയും. ഇനി ഇഫ് ഐസ്ക്രീം ഈസ് റിമൂവ്ഡ് ഫ്രം മിൽക്ക് സ്പെസിഫിക് ഗ്രാവിറ്റി റൈസസ്. ഐസ്ക്രീം ഈസ് റിമൂവ്ഡ് ഫ്രം മിൽക്കിൽ നിന്ന് ഐസ്ക്രീം റിമൂവ് ചെയ്യുമ്പോൾ അതിൻ്റെ ഗ്രാവിറ്റി കൂടാൻ സാധ്യതയുണ്ട്. മൈക്രോബ്സ് ദാറ്റ് റിട്ടാർഡ് ഗ്രോത്ത് ഓഫ് പാത്തോജനിക് ജെംസ് ഇൻ മിൽക്ക്. ലാക്ടോബാസില്ലി ആണ് മൈക്രോബ്സ് ഉണ്ടാവുന്നത്, പാത്തോജനിക് ജെംസ് ആയിട്ട് മിൽക്കിൽ ഉള്ളത്. ഇനി ട്യൂബർക്കുലോസിസ്, ബ്രൂസിലോസ്, സ്ട്രെപ്റ്റോകോക്കൈ ഇൻഫെക്ഷൻസ് ആർ ഇൻഫെക്ഷൻസ് ഓഫ് ആനിമൽസ് വിച്ച് ക്യാൻ ബി ട്രാൻസ്മിറ്റഡ് ടു മാൻ. മനുഷ്യരിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നതാണ് ഈ അസുഖങ്ങളെല്ലാം, മനുഷ്യരിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നതാണ്. ട്രോൾ ഫാൾസ് ക്വസ്റ്റ്യൻ ആണ് അതിനകത്തുണ്ടായിരുന്നത്. ഇനി പാസ്ചറൈസേഷനെ കുറിച്ചാണ്. ദി ടൈം ടെമ്പറേച്ചർ കോമ്പിനേഷൻ റിസൾട്ട് ഇൻ ദി ഡിസ്ട്രക്ഷൻ ഓഫ് പാത്തോജനിക് ബാക്ടീരിയ. പാലിൽ നിന്ന് പാത്തോജനിക് ബാക്ടീരിയ മാറ്റുന്ന പ്രോസസ്സിന്, ആ ടെക്നിക്കിന് പറയുന്നതാണ് പാസ്ചറൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ പാസ്ചറൈസേഷനിൽ നമുക്ക് ഈ ഡസ് നോട്ട് അറ്റ്ലീസ്റ്റ് ആൾട്ടർ ടേസ്റ്റ്, ഫ്ലേവർ ആൻഡ് കൺസിസ്റ്റൻസി. ശരിയാണ്, പാസ്ചറൈസേഷൻ ചെയ്യുമ്പോൾ പാലിൻ്റെ രുചിയോ മണമോ അതിൻ്റെ ഒന്നും കൺസിസ്റ്റൻസി ഒന്നും നഷ്ടപ്പെടില്ല. അതിൻ്റെ 3 ടെക്നിക്കുകളാണ്. വാറ്റ് മെത്തേഡ് ഉണ്ട്, ഹോൾഡർ മെത്തേഡ് എന്ന് പറയുക അതിനെ. പിന്നെ HTST, ഹൈ ടെമ്പറേച്ചർ ഷോർട്ട് ടൈം ആണ്. HTST മെത്തേഡുകൾ. UHT, അൾട്രാ ഹൈ ടെമ്പറേച്ചർ പാസ്ചറൈസേഷൻ. അതിൻ്റെ മെത്തേഡുകളാണ്, പാസ്ചറൈസേഷൻ്റെ മെത്തേഡുകളാണ്. പേരുകൾ ഓർത്ത് വയ്ക്കുക. ഹോൾഡർ മെത്തേഡ്, അതിന് പറയുന്ന മറ്റേ പേരാണ് വാറ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. പിന്നെ അടുത്തത് HTST, ഹൈ ടെമ്പറേച്ചർ ഷോർട്ട് ടൈം. അടുത്തത് UHT, അൾട്രാ ഹൈ ടെമ്പറേച്ചർ മെത്തേഡുകളാണ് പാസ്ചറൈസേഷനുള്ളത്. ഇനി ഒരു ടെസ്റ്റ് ചെയ്യുന്നത്, ദ ടെസ്റ്റ് യൂസ്ഡ് ടു ഫൈൻഡ് ഔട്ട് ദി അഡിക്കൻസ് ഓഫ് പാസ്ചറൈസേഷൻ. ഫോസ്ഫേറ്റ് ടെസ്റ്റാണ് ചെയ്യുന്നത്. പാസ്ചറൈസേഷൻ സക്സസ് ആണെന്നുള്ള അതിൻ്റെ ടെസ്റ്റാണ് ഫോസ്ഫേറ്റ് ടെസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഡ്യൂറിങ് പാസ്ചറൈസേഷൻ ദി എൻസൈം ഫോസ്ഫേറ്റ് പ്രസന്റ് ഇൻ റോ മിൽക്ക് ഡിസ്ട്രോയിഡ്. റോ മിൽക്ക് ഈസ് ഡിസ്ട്രോയിഡ്. ട്രൂ ഓർ ഫോൾസ് ആണ്? ട്രൂ ആണ്. അതായത് പാസ്ചറൈസേഷൻ ചെയ്യുമ്പോൾ ദി എൻസൈം ഫോസ്ഫേറ്റ് പ്രസന്റ് ഇൻ റോ മിൽക്ക് ഈസ് ഡിസ്ട്രോയിഡ്. റോ മിൽക്കിലേക്ക് കാണുന്ന എൻസൈമുകൾ, ദി എൻസൈം ഫോസ്ഫേറ്റ്, അതിന് ഡിസ്ട്രോയ് ചെയ്യുന്നുണ്ടോ ഇല്ലെന്നാണ്. അത് ശരിയാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇവോപ്പറേറ്റഡ് മിൽക്ക് ടു വിച്ച് ഷുഗർ ഈസ് ആഡഡ് ഇൻ നോൺ ആസ് ഡാഷ് മിൽക്ക്. കണ്ടൻസ്ഡ് മിൽക്ക് എന്ന് പറയുന്നത്, കണ്ടൻസ്ഡ് മിൽക്ക് എന്ന് പറയുന്നതാണ് ഇവോപ്പറേറ്റഡ് മിൽക്ക് ടു വിച്ച് ഷുഗർ ഈസ് ആഡഡ്. അവർ പറയുന്നതാണ് കണ്ടൻസ്ഡ് മിൽക്ക്. ഇനി കോ മിൽക്കിലേക്ക് വരുമ്പോൾ മിൽക്ക് മസ്റ്റ് ഹാവ് ഡാഷ് ഫാറ്റ് 3.5% ഫാറ്റ് ആൻഡ് 8.5% നോൺ ഫാറ്റി സബ്സ്റ്റൻസും കോ മിൽക്കിനകത്ത് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നമ്മൾ ന്യൂട്രീഷൻ എന്ന ഭാഗത്തിൻ്റെ A to Z ചോദ്യോത്തരങ്ങൾ നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. ന്യൂട്രീഷൻ്റെ തുടക്കം മുതൽ അവസാനം വരെയുള്ള എല്ലാ ഭാഗങ്ങളും ചോദ്യോത്തരങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള PSCക്ക് വിളിച്ചിട്ട് മുൻകാല വർഷങ്ങളിൽ വിളിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസും ഇതിനകത്ത് വന്നിട്ടുണ്ട്. എല്ലാ കുറച്ച് ലെങ്തി ആയിട്ടുള്ള വീഡിയോ ആണ്. ബ്രേക്ക് ചെയ്ത് കാണണം. ഓരോ പോർഷൻ ഇതേപോലെ നമുക്ക് കവർ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ചോദ്യോത്തരങ്ങൾ മനസ്സിൽ നിൽക്കാനും കഴിയും. അപ്പം എല്ലാവരും നന്നായി പഠിക്കുക. വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഓക്കെ, താങ്ക് യു.